അസ്സലാം. ഇപ്പൊ നമുക്ക് സെഷനിലേക്ക് കിടക്കാം അല്ലെ. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വെൽക്കം ചെയ്യുന്നു. വെൽക്കം ഓൾ ഓഫ് യു. ഇപ്പൊ എല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് വളരെ റിലാക്സ്ഡ് ആണ്, കാമാണ്. മാക്സിമം എല്ലാവരും വീഡിയോ മോഡിൽ വരൂ. വീഡിയോ മോഡിൽ വരാൻ പറ്റുന്ന എല്ലാവരും വീഡിയോ മോഡിൽ വരാം. നിങ്ങൾ ഈ മോർണിംഗ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാണല്ലേ. ഈ ഒരു ദിവസം വളരെ നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റി. ഓൾറെഡി മെഡിറ്റേഷൻ ചെയ്തു. ഇനിയുള്ള ഓരോ കാര്യങ്ങളും മൈൻഡ്ഫുൾ ആയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വീഡിയോ മോഡിൽ വരാം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? റൂട്ട് കോസ് ഹീലിംഗ്. ഇമ്പോർട്ടൻസ് ഓഫ് റൂട്ട് കോസ് ഹീലിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആയിട്ട് വരുന്നത്. ഓക്കെ. ഹീലിംഗ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ഡെയിലി നമ്മുടെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നവരാണ്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂട്ട് കോസ് ഹീലിംഗ് ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് ചാലഞ്ചസിലൂടെ കടന്നു പോവാറുണ്ട് അല്ലേ? എല്ലാവരും റെഡി അല്ലേ സെഷന് വേണ്ടിയിട്ട്? എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. എന്നൊന്ന് ടെക്സ്റ്റ് ചെയ്തേ, റെഡി എന്നുള്ളതിന്. പെട്ടെന്ന് തന്നെ ഒന്ന് ആക്റ്റീവ് ആവൂ. ഓക്കെ. യെസ്, റെഡിയാണ്, റെഡിയാണ്, എല്ലാവരും റെഡിയാണ് അല്ലേ? ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് ചാലഞ്ചസിലൂടെ കടന്നു പോകുന്നുണ്ടാവും അല്ലേ? പാസ്റ്റിൽ ഒരുപാട് ചാലഞ്ചസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിനെല്ലാം എന്താണ് കാരണങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്താണ് ഇതിൻ്റെ എല്ലാം റീസൺസ്? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ചിന്തിക്കാറുണ്ടോ? എന്താണ്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ടോ? ടെക്സ്റ്റ് ചെയ്യൂ. ചിന്തിക്കാറുണ്ട് അല്ലേ? എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. നമുക്ക് ചിന്തിക്കാറുണ്ട്. ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാം. നമ്മൾ പല കാര്യങ്ങളും ലൈഫിൽ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അതിനൊന്നും ചിലപ്പോൾ റിസൾട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മൾ വീണ്ടും സ്ട്രഗ്ലിങ്സിലൂടെ കടന്നു പോകേണ്ടി വരാറുണ്ട്. അപ്പൊ ചിന്തിക്കും, ഇതിനൊക്കെ എന്താണ് ഒരു സൊല്യൂഷൻ? അല്ലെങ്കിൽ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും? ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ആക്ഷൻസും ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നങ്ങൾ മാത്രം തീരുന്നില്ല. വൈ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാന ടോപ്പിക്കാണ് എന്ത് എന്താണ് ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ എന്നുള്ളതാണ്. റൂട്ട് കോസസ് എന്താണ്? നമ്മൾ കറൻ്റ്ലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാലഞ്ചസിൻ്റെ റൂട്ട് കോസസ്, മൂലകാരണങ്ങൾ, അടിസ്ഥാന കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഔട്ടർ വേൾഡിലുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പുറത്ത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചലഞ്ചസ് നമുക്ക് വരും. റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആവാം, അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ സെൽഫിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പൊ അതിൻ്റെ എല്ലാം നമ്മൾ ഔട്ട്സൈഡ് കാണുന്ന, ഫീൽ ചെയ്യുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ പ്രോബ്ലംസിന്റെ കാരണങ്ങൾ കിടക്കുന്നത് എവിടെയാണ്? നമ്മുടെ മൈൻഡിലാണ്, നമ്മുടെ ഇന്നർ വേൾഡിലാണ്. ഇതൊരു റിയാലിറ്റിയാണ്. ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇന്നർ വേൾഡിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്കൊരു പെർമനന്റ് സൊല്യൂഷൻ ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഡെയിലി സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. ഈ ഡെയിലി സെഷൻസിൽ നമുക്ക് സൺഡേസിൽ വരുന്ന ഇറ്റ്സ് മീ ദ റിയൽ മീ സെഷൻ അല്ലേ? ആ സെഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും ഇന്നർ വേൾഡ് ഇന്നർ വേൾഡിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മുടെ ഔട്ടർ വേൾഡിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ നോക്കേണ്ടത് പുറത്ത് സൊല്യൂഷൻസ് തേടിയിട്ട് അതിനൊരു താൽക്കാലികമായിട്ടൊന്ന് ചിലപ്പോൾ റെഡി ആയിട്ടുണ്ടാവാം. പക്ഷേ ഒരു പെർമനന്റ് ആയിട്ട് നമുക്ക് സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നർ വേൾഡിലാണ് നമ്മൾ
ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ പണിയെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നർ വേൾഡിലുള്ള റൂട്ട് കോസസ് ആണ്, അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ, നമ്മുടെ സ്ലൈഡ്സ് ഒന്ന് ഷെയർ ചെയ്യട്ടെ, അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? യെസ് മാഡം, കാണാണ്ട്. ഓക്കെ, താങ്ക് യു. റൂട്ട് കോസ് ഹീലിംഗ്, ദ കീ ടു ട്രൂ ട്രാൻസ്ഫോർമേഷൻ. റൂട്ട് കോസ് ഹീലിംഗ് എന്ന് പറയുമ്പം നമ്മളെല്ലാവരും ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നവരാണ് ലൈഫിൽ, അല്ലേ? അതിലൊരു ഒരു വളരെ ട്രൂ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ത്, ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു കീ ആണ് റൂട്ട് കോസ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ ഡീപ്പർ റീസൺ ബിഹൈൻഡ് യുവർ പ്രോബ്ലംസ്, നമ്മുടെ പ്രോബ്ലംസിന് ബിഹൈൻഡ് ആയിട്ടുള്ള, അതിൻ്റെ പിന്നിലുള്ള ഡീപ്പർ റീസൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഹീലിംഗ് ഫ്രം വിത്തിൻ, നോട്ട് ജസ്റ്റ് ഓൺ ദ സർഫേസ്. സർഫേസിലല്ല നമുക്ക് സൊല്യൂഷൻ കിടക്കുന്നത്, അതെവിടെയാണ്? നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അവിടെ നിന്നാണ് നമുക്ക് സൊല്യൂഷൻ വരുന്നത്. ഹീലിംഗ് ഫ്രം വിത്തിൻ, നോട്ട് ജസ്റ്റ് ഓൺ ദ സർഫേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, വൈ പ്രോബ്ലംസ് റിപ്പീറ്റ് ഇൻ ലൈഫ്, എന്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്യുന്നു, വാട്ട് ഈസ് റൂട്ട് കോസ് ഹീലിംഗ്, ഹൗ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക്സ്, സിമ്പിൾ ടെക്നിക്സ് ടു സ്റ്റാർട്ട് ഹീലിംഗ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ്റെ ലാസ്റ്റ് ഒരു എൻഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും, എന്താണ് നിങ്ങളുടെ പാറ്റേൺസ്, അതെങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക. നിങ്ങൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടോ? ഫിയർ ഓർ ആങ്സൈറ്റി, സ്ട്രെസ് ഓർ ഓവർ തിങ്കിങ്, ഫിസിക്കൽ ഡിസ്കംഫേർട്ട്, ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാം. റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവാം, ഫിനാൻഷ്യലി ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഹെൽത്തിൽ പ്രോബ്ലം ഉണ്ടാവാം, ചലഞ്ചസ് ഉണ്ടാവാം, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം. ഇതിൽ നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്യൂ, നിങ്ങൾ ഏതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിലധികം കാര്യങ്ങളിൽ കടന്നു പോകുന്നുണ്ടാവാം, അതും നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ആൾ ഓഫ് ദം, ഗായത്രി മാം പറയുന്നു ആൾ ഓഫ് ദം. ഓക്കെ, അത് കണക്റ്റഡ് ആണ്. നമുക്കിപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ റിലേഷൻഷിപ്പിലെ ബാധിക്കും, അത് നമ്മൾ സ്ട്രെസ്ഡ് ആവും, ഡിപ്രസ്ഡ് ആവും, അല്ലേ? അങ്ങനെ പല പ്രശ്നങ്ങളും ഇത് കണക്റ്റഡ് ആണ്. റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ട്, റിലേഷൻഷിപ്പ് ആങ്സൈറ്റി, ഫിയർ. ഓക്കെ, 3 പേര് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ, എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കണം സെഷനിൽ. ഫ്രീ സെഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഫിനാൻഷ്യൽ പ്രോബ്ലം, ആങ്സൈറ്റി. ഓക്കെ, ഓക്കെ, അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് എവിടെയാണ് പ്രശ്നം എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, സെഷൻ നമ്മൾ കൂടുതൽ പോയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇപ്പോ, അല്ലെങ്കിൽ ഈ സെഷന് മുമ്പ് നിങ്ങൾ ചിന്തിച്ചിരുന്നത് എന്താണ്? ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ആക്കാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് തന്നെയാണോ? ഇപ്പം റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരുന്നോ, എൻ്റെ പാർട്ട്ണർ എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, പാർട്ട്ണറുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂ ആണെങ്കിൽ എനിക്ക് ഫണ്ട് വരുന്നില്ല, എനിക്ക് കുറച്ച് ഫണ്ട് കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ക്ലിയർ ആകുമായിരുന്നു, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ടായിരുന്നു? എഗെയിൻ ടെക്സ്റ്റ് ചെയ്യൂ. എനിക്ക് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അവരെന്നെ മനസ്സിലാക്കുന്നില്ല, അവരെന്നെ അവരൊന്ന് നന്നായിരുന്നെങ്കിൽ എനിക്കൊരു ബെറ്റർ ലൈഫ് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ യെസ്, അങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ പ്രശ്നം നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് വരാത്തതോ അല്ല. മനസ്സിലാക്കുക, നമ്മളുടെ ഈ ഒരു അവയർനെസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എവിടേക്കാണ് നമ്മൾ നോക്കേണ്ടത്? ഔട്ട്സൈഡ് നടക്കുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങൾ ഇന്നർ വേൾഡിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്, ഫിയർ ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, സ്ട്രെസ് ഉള്ളവരുണ്ട്,
ഓവർ തിങ്കിങ് പ്രോബ്ലം ഉള്ളവരുണ്ട്, ഫിസിക്കൽ ഡിസ്കംഫേർട്ട് മീൻസ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻസ് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒബ്സർവ് പാറ്റേൺസ്. ഇതൊരു പാറ്റേൺ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്കിപ്പോൾ ഒരു 40 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ, ഒരു 30 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഇതൊരു പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ 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 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും എവിടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? സിംറ്റംസിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. എന്നാൽ റൂട്ട് കോസസ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ സിംറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ട് യു സീ ആൻഡ് ഫീൽ. നിങ്ങൾ ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ, അതെന്താണ്? ഒരു സിംറ്റം മാത്രമാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതെന്ത് മാത്രമാണ്? ഒരു സിംറ്റം മാത്രമാണ്, ഒരു ലക്ഷണം മാത്രമാണ്. അതിൻ്റെ അത് നിങ്ങൾ കാണുന്നു അല്ലേ, നിങ്ങൾ അനുഭവിക്കുന്നു. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള റൂട്ട് കോസ്, അടിസ്ഥാന കാരണം എന്താണ്? ഹിഡൻ ഇമോഷണൽ റീസൺ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച ഒരു ഹിഡൻ ഇമോഷണൽ റീസൺ, ഒരു വൈകാരികമായിട്ടുള്ള ഒരു റീസൺ എന്തുണ്ട് അവിടെ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഇമോഷണൽ റീസൺ നമ്മൾ എടുത്ത് ഹീൽ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ റീസൺ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാലഞ്ചിന് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ഹെഡ് ഏക്ക്. ഓക്കെ, തലവേദന ഉണ്ട് നിങ്ങൾക്കെന്ന് വിചാരിക്കുക. ബി സ്ട്രെസ് ഓർ സപ്രസ്ഡ് ഇമോഷൻസ്. എന്താണ് ഹെഡ് ഏക്ക് എന്ന് പറയുന്ന ഒരു സിംറ്റമാണ്. നിങ്ങളുടെ ബോഡി നിങ്ങളോട് പറയാണ്, എൻ്റെ ഉള്ളിൽ, എൻ്റെ മൈൻഡിൽ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം പ്ലീസ് ഒന്ന് കൺസിഡർ ചെയ്യൂ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, നിങ്ങൾ അതിനെ ഹീൽ ചെയ്യൂ എന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ ബോഡി. ഓക്കെ, ഇപ്പം നമ്മൾ കറൻ്റ്ലി ഇപ്പം നമ്മൾ എല്ലാവരും അറിയ വാറിൻ്റെ ഒരു സമയമാണ് അല്ലേ? വേൾഡിൽ നമുക്കിപ്പോൾ വാറ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ ആ ഒരു, അപ്പോൾ അവിടെ എന്താണ്? ഒരു അലാം അല്ലെ, മിസൈൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു അലാം അവിടെ മുഴങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു അലാം എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കൂ, ബി അലേർട്ട്, നിങ്ങളെന്ത് അലേർട്ടായിട്ടിരിക്കൂ എന്ന് അവർക്കൊരു സിഗ്നൽ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ട് സംഭവിക്കും, നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ്? നമ്മൾ പുറത്തിറങ്ങാതെ നമ്മൾ ഗവൺമെൻറ് എന്താണോ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ ഫോളോ ചെയ്യും. ഇല്ലെങ്കിൽ എന്താണ്? പ്രശ്നമാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാലഞ്ചസ് എന്ന് പറയുന്ന ഒരു സിംറ്റം ആണ്. സംതിങ് ഉള്ളിൽ പ്രശ്നമുണ്ട്, അത് നിങ്ങൾ ക്ലിയർ ചെയ്യൂ, അപ്പോൾ അത് ഈ ഒരു സിംറ്റം ക്ലിയർ ആവും. അപ്പം നമ്മൾ എന്താണ്? ഒരു ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് ഒരു അലേർട്ടാണ്, ഒരു അലാമാണ്. എൻ്റെ ഉള്ളിൽ പ്രശ്നമുണ്ട്, ആ പ്രശ്നം ക്ലിയർ ചെയ്യൂ എന്നുള്ള നമ്മുടെ ബോഡി നമ്മളോട് സംസാരിക്കുകയാണ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് എല്ലാ അസുഖങ്ങളും. ഓക്കെ, അതുപോലെ മേഡം അസുഖങ്ങൾ മാത്രമല്ല, നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂസ്. നമ്മളിപ്പോൾ ഫിനാൻഷ്യലി നല്ല പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, മണി ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്താണ്? ഇതിന് കാരണമായിട്ടുള്ള ഇമോഷണൽ റീസൺ ഉണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ പാസ്റ്റിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. എൻ്റെ ഔട്ട്സൈഡ് നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എൻ്റെ ഇന്നർ വേൾഡിലാണെന്ന് പറയുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷേ അതാണ് അതിൻ്റെ റിയാലിറ്റി. അവിടെ ക്ലിയർ ചെയ്യുമ്പോഴാണ് ഔട്ട്സൈഡ് ഇഷ്യൂസ് ക്ലിയർ ആവുന്നത്, സൊല്യൂഷൻ ലഭിക്കുന്നത്. നമ്മൾ പറയാനൊരു മിറർ പോലെയാണ്. നമ്മുടെ ഇന്നർ വേൾഡിൻ്റെ ഒരു മിററാണ് നമ്മുടെ ഔട്ട്സൈഡിൽ സംഭവിക്കുന്നത്, ഒരു റിഫ്ലക്ഷനാണ്. എൻ്റെ ഉള്ളിൽ ഫോർ എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. പണം സമ്പാദിക്കുക എന്നുള്ളത് പ്രയാസമാണ്. എൻ്റെ ചൈൽഡ്ഹുഡിൽ നിന്നും ഇങ്ങനെ ഒരു ബിലീഫ്, എൻ്റെ എക്സ്പീരിയൻസസിൽ നിന്നും ഇങ്ങനെ ഒരു ബിലീഫ് എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്താണ്? എന്നിലേക്ക് പണം വരില്ല. എല്ലാം എനർജിയാണ്. മറ്റൊരു തലത്തിലും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആരും അത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ ഒരു ലോകം എന്നുള്ളത് എവ്രിതിങ് ഈസ് എനർജി. ഈ ലോകത്തുള്ള എല്ലാം എനർജിയാണ്. ഓക്കെ, നമ്മളും എനർജിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഔട്ട്സൈഡ് കാണുന്ന ഒരു വേൾഡിൽ മാത്രമല്ല കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ സെഷനിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഹെഡ് ഏക്ക് എന്ന് പറയുന്നത്
ഒരു സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ സപ്രസ്ഡ് ഇമോഷൻസ് ആവാം. നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ അമർത്തി വെച്ചിട്ടുള്ള അടക്കി പിടിച്ചിട്ടുള്ള ഇമോഷൻസ്, ദേഷ്യം, സങ്കടം, വെറുപ്പ്, ഇതൊക്കെയാണ് ഹെഡ് ഏക്കിന് കാരണമായിട്ട് വരുന്നത്. ഓക്കെ. അതുപോലെ ഏങ്കർ, ദേഷ്യം എന്താണ്? പല ആളുകൾക്കും, ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നവര്? കയ്യിൽ നിന്ന് പോയിട്ട് അല്ലേ, മക്കളോട് അല്ലെങ്കിൽ കൊളീഗ്സിനോട്, അല്ലെങ്കിൽ എന്താണ് നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളോട് നമ്മൾ അറിയാതെ, നമ്മൾ തന്നെ ആഗ്രഹിക്കുന്നില്ല ദേഷ്യപ്പെടണം എന്നുള്ളത്, നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഇങ്ങനെയുള്ള പ്രശ്നം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് അല്ലേ? യെസ്. എന്താണ് അതിന്റെ റീസൺ? നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച പെയിന് ആണ് ഇതിന് റീസൺ ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ദേഷ്യം നിങ്ങൾക്ക് കോൺഷ്യസ്ലി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോ ഈ ഒരു അവസ്ഥയിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ പെടാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടരുത്, അത് വളരെ മോശമാണ്, മറ്റുള്ളവർ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു നിമിഷം കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ദേഷ്യപ്പെടലൊക്കെ കഴിഞ്ഞ ആ നിമിഷം നമുക്ക് എന്ത് വരും? ഗിൽട്ട് ഫീലിംഗ് വരും. വേണ്ടായിരുന്നു, എന്തിനു ഞാനിത് പറഞ്ഞു, ഇത്രയും ചെറിയൊരു കാര്യം അല്ലേ? അപ്പൊ അത് ആ ഒരു ദേഷ്യത്തെ നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല. അതിന്റെ റൂട്ട് എന്താണ്? അതിന്റെ കാരണം എന്താണ്? നമ്മൾ ദേഷ്യപ്പെടാനുള്ള കാരണം എന്താണ്? നമ്മുടെ പാസ്റ്റിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള, പല വ്യക്തികളിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ഹേർട്ട് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് ആവാം. നമ്മൾ ഒരുപാട് പെയിനിലൂടെ കടന്നു പോകുമ്പോൾ അല്ലേ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോ ഒരു കുട്ടി, നമ്മുടെ മക്കള്, നമ്മളിപ്പോ സ്ട്രെസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ അവരോട് എങ്ങനെയാണ്, നമ്മൾ എന്താണ്, നമ്മളങ്ങ് അവരോടങ്ങ് എന്താണ്, വളരെ മോശമായിട്ട് പെരുമാറും അല്ലെ? ഒന്ന് പോയിന്റ് അടുത്തുനിന്ന് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ നമ്മൾ കാമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ മക്കളുടെ അടുത്തേക്ക് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു ചെറിയ എക്സാമ്പിൾ ആണ് കേട്ടോ, സാധാരണ വീടുകളിൽ സംഭവിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. എന്താണ്, വളരെ കാമായിട്ടായിരിക്കും നമ്മൾ അവരോട് സന്തോഷത്തോടെ, സ്നേഹത്തോടെ അവരോട് പെരുമാറും. അപ്പൊ ഈ സ്ട്രെസ്സാണ് ഇവിടെ കാരണമായിട്ട് വരുന്നത്. ഈ സ്ട്രെസ് ഇപ്പം ചില കേസിൽ ഉണ്ടാവാറുണ്ട്. ചെറിയ കാര്യമായിരിക്കാം, ചെറിയ കാര്യം, ആ ചെറിയ കാര്യത്തിന് അങ്ങ് നമ്മൾ വല്ലാതെ ദേഷ്യപ്പെടുന്നു. നമ്മൾ തന്നെ ചിന്തിച്ചു പോവും, ഇത്രയും ചെറിയ കാര്യത്തിന് ഞാൻ എന്തിനങ്ങനെ ദേഷ്യപ്പെടുന്നത്? അപ്പോൾ പാസ്റ്റിൽ ഇതേപോലെ ഒരുപാട് പെയിനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഇപ്പോൾ കറന്റ് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ, ചെറിയൊരു കാര്യം സംഭവിക്കുമ്പോൾ ട്രിഗേർഡ് ആവും. നമുക്ക് ആ ആദ്യം നടന്ന പ്രശ്നങ്ങളിലേക്ക് അത് കണക്റ്റ് ആവും. എന്നിട്ട് അത് വലിയൊരു ഇമോഷണൽ ഇതായിട്ട് നമ്മളിൽ നിന്നും പുറത്തു പോകും, ആങ്കറായിട്ട് പുറത്തു വരും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചികിത്സിക്കേണ്ടത് എവിടെയാണ്? റൂട്ട് കോസസിലാണ്. ഇങ്ങനെയുള്ള നമ്മുടെ പാസ്റ്റിൽ അനുഭവിച്ച പ്രശ്നങ്ങളാണ്. ഇഫ് വി ട്രീറ്റ് ഓൺലി ദ സിംറ്റംസ്, ദ പ്രോബ്ലം വിൽ റിട്ടേൺ. നമ്മൾ എന്താണ്, ഈ സിംറ്റംസ് മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ചികിത്സിച്ചു കഴിഞ്ഞാൽ, പ്രോബ്ലം വീണ്ടും അതെന്ത് ചെയ്യും? തിരിച്ചു വരും അല്ലേ? നമ്മൾ ഹെഡ് ഏക്കിന് എന്ത് ചെയ്യാം? ടാബ്ലറ്റ്സ് എടുക്കും. ചില ആളുകൾ പറയാറുണ്ട്, എന്ത്, എൻ്റെ കയ്യിൽ എപ്പോഴും പാരസിറ്റമോൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അങ്ങനെ എപ്പോഴും ബാഗിലും ഒക്കെ എന്താണ്, ടാബ്ലറ്റ്സ് കൊണ്ട് നടക്കുന്നവരുണ്ട്. ജസ്റ്റ് അവരത് കഴിക്കുന്നു, ആ സമയത്ത് ആ ഒരു സിംറ്റം ജസ്റ്റ് ഒന്ന് ഹീലാവുന്നു. എഗെയിൻ ഈ ഒരു പ്രശ്നങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? വീണ്ടും അത് റിട്ടേൺ വരുന്നു. എന്നാൽ ഇതിനൊരു പോസിബിൾ ആണ്, ഈ ഹെഡ് ഏക്കിനൊക്കെ എന്ത് പോസിബിൾ ആണ്? സൊല്യൂഷൻ, പെർമനന്റ് സൊല്യൂഷൻ പോസിബിൾ ആണ്. ഇപ്പോൾ മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ട്. നമ്മുടെ കോഴ്സിൽ വരുന്നവരുടെ എത്രയോ ആളുകൾ വർഷങ്ങളായിട്ട്, 20 ഇയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ 30 ഇയേഴ്സ് ആയിട്ട് മൈഗ്രെയിൻ അനുഭവിച്ച ആളുകൾ റൂട്ട് കോസസ് ഒക്കെ ഹീൽ ചെയ്യുന്നതിലൂടെ അവരുടെ ഇതെല്ലാം ക്ലിയർ ആയിട്ട് പിന്നീട് അവർക്ക് വരാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്താറുണ്ട്. അപ്പം ഇതൊക്കെ എന്താണ്? സിംറ്റംസ് ആണ്. ഈ യഥാർത്ഥ രോഗങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ച ട്രോമാസ് ആണ്. ഓക്കെ. അപ്പം അത് കണ്ടെത്തി ഹീൽ ചെയ്യുമ്പോൾ ഇവിടെയും ക്യൂർ ആവും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ്, സിംറ്റംസിനെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, നമ്മൾ റൂട്ട് കോസസിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 99% അസുഖങ്ങൾ എന്താണ്? സൈക്കോസൊമാറ്റിക് ആണ്, മനോജന്യ രോഗങ്ങളാണ്. അത് നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളുമാണ് അതിന് റീസൺസ് ആയിട്ട് വരുന്നത്.
ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ബാക്ക് പെയിന്, ഷോൾഡർ പെയിന്, ലെഗ് പെയിന്, തൈറോയ്ഡ് ഇഷ്യൂസ്, ഹൈ BP, ഡയബറ്റീസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ടോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കൊന്ന് നോക്കാൻ പറ്റും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ആയിട്ട് കണക്റ്റഡ് ആണോ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന. ജസ്റ്റ് ഇവിടെ ഹെൽത്ത് ഇഷ്യൂസ് മാത്രമാണ് ഇപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒന്ന് നോക്കാം. ബാക്ക് പെയിൻ നോക്കിയേ, നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്തേ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്യൂസ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടോ? ഹെൽത്ത് ഇഷ്യൂസ്, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, ലെഗ് പെയിൻ, തൈറോയ്ഡ് ഇഷ്യൂസ്, ഹൈ BP, ഡയബറ്റീസ് ഉണ്ടോ? 4 അസുഖങ്ങൾ എനിക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ, ഗായത്രി മാം ചോദിക്കുന്നു, മറ്റൊരു ആള് നമ്മളെ ഹേർട്ട് ചെയ്യുന്നത്, ഇല്ല, ആ ഒരു മറ്റൊരു വ്യക്തിയുടെ ബിഹേവിയർ ആണ്. പക്ഷേ ഇവിടെ മാം നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള എനർജിയാണ്. മീൻസ് നമ്മുടെ പാസ്റ്റിൽ, ഇപ്പം ഇതിൽ കൂടുതൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ 0 to 15 ഇയേഴ്സിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളുണ്ട്. ആ സമയത്താണ് നമ്മുടെ മൈൻഡ് പ്രോഗ്രാമിംഗ് നടക്കുന്നത്. ഓക്കെ. ഈ 15 വയസ്സ് വരെയുള്ള പ്രായത്തിൽ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ഒരു ബിലീഫ് സിസ്റ്റം നമ്മുടെ ബ്രെയിനിൽ ഒരു രൂപപ്പെടുന്നുണ്ട്, നമ്മുടെ മൈൻഡിൽ രൂപപ്പെടുന്നുണ്ട്. ഈ ബിലീഫ് സിസ്റ്റത്തിൽ എന്താണോ ഉള്ളത് ആ ബിലീഫ്സിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്നത്. കുട്ടിക്കാലമാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അവിടെയാണ് റൂട്ട് കോസസ് കിടക്കുന്നത്. കുട്ടിക്കാലം മീൻസ് 0 to 15 ഇയേഴ്സ്. നമ്മുടെ വൂം സ്റ്റേജിൽ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയം മുതൽ 15 വയസ്സ് വരെയുള്ള കാലങ്ങളാണ് നമ്മുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ് മാം സംസാരിച്ചത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇപ്പം ലൈഫ് പാർട്ട്ണർ ആവാം, മോശമായിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ സെയിം ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇതേ ഇമോഷൻ ഇപ്പൊ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഇടപഴകുമ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നാവാം, ചില ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറുന്നു. ഈ സെയിം നിങ്ങളുടെ ലൈഫിൽ ചൈൽഡ്ഹുഡിൽ സംഭവിച്ചിട്ടുണ്ടാവും ഈ ഒരു ബിലീഫ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ ഫോർ എക്സാമ്പിൾ പാരൻസിൽ നിന്നാവാം, അല്ലെങ്കിൽ സിബ്ലിങ്സിൽ നിന്നാവാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിൽ നിന്നാവാം, ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു ബിലീഫ് രൂപപ്പെടുന്നുണ്ട്. എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്താണ്, എന്നെ ഹേർട്ട് ചെയ്യുന്നു. ഈ സെയിം ബിലീഫ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ അതിനൊരു എനർജി ഫ്രീക്വൻസി ഉണ്ട്. എവ്രിതിങ് ഈസ് എനർജി. നമ്മുടെ തോട്ട്സിന് എനർജി ഉണ്ട്, വേർഡ്സിന് എനർജി ഉണ്ട്, നമ്മുടെ ആ, ഓരോ നോട്ടത്തിനും കേൾവിക്കൊക്കെ എനർജി ഉണ്ട്. എനർജിയുടെ പ്രത്യേകത എന്താ? സെയിം ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മുടെ ലൈഫിൽ 15 വയസ്സ് വരെ നടന്ന കാര്യങ്ങളുടെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണോ അതേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. ഇതാണ് പിന്നീട് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു ഗായത്രി മാം. ഇത് നമ്മളൊന്ന് കൂടുതൽ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ. എനർജി സൈക്കോളജി കുറിച്ച് നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്, നമ്മുടെ ലൈഫ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ. മാഡം, യെസ്, ഹലോ. എന്തെങ്കിലും ചോദിച്ചോ? പിന്നെ ഈ നമുക്ക് ഡ്രൈ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് ഇതെങ്ങനെ ഈ സൈക്കോസൊമാസ്റ്റിക്കായിട്ട് ബന്ധപ്പെടുന്നതാണോ അല്ല ഇത് തന്നെ ഡ്രൈ സ്കിന്നായിട്ട് ശരീരം ചൊറിച്ചിൽ വരാറുണ്ടല്ലോ ചില ആളത് സ്കിൻ പ്രോബ്ലം അല്ലേ? സ്കിൻ പ്രോബ്ലം? അത് ശരിക്കും എന്താണ്, ഇത് നമ്മളെ ചിന്തന്റെ ഇതുകൊണ്ട് വരുന്നതാണോ അല്ല ഒരു കുറച്ച് ഡ്രൈ സ്കിന്നിന്റെ ഇതുകൊണ്ട് വരുന്നത് തന്നെയാണ് ഈ ഡ്രൈ സ്കിൻ അത് പെട്ടെന്ന് സംഭവിച്ചതാണോ അതോ ബൈ ബർത്ത് തന്നെ അങ്ങനെയാണോ?
അത് ഉണ്ട് ഇവിടെ. അത് നമ്മൾ ഓർമ്മകാലം മുതലേ അത് തന്നെയാണ്. ഒരു 10 വയസ്സ്, 15 വയസ്സ്, 20 വയസ്സ് എന്നുള്ളത് കാണുന്നത്. ഡ്രൈ സ്കിൻ അല്ലേ? ഡ്രൈ സ്കിന്നിൽ നമുക്ക് വൂമ്പിലാണ് അത്, ബൈ ബർത്ത് തന്നെ ഉണ്ടെങ്കിൽ വൂമ്പിലാണ് അതിന്റെ റൂട്ട് കോസ് വരുന്നത്. അൺവാണ്ടഡ് ചൈൽഡ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്കിന്നിൽ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പിന്നെ പാരൻസ്, അല്ല മദർ അനുഭവിച്ചിട്ടുള്ള ആ, നിങ്ങളെ ക്യാരി ചെയ്ത സമയത്ത് മദർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിന് കാരണമാണ്. ഇത് വൂമ്പിലാണ് കൂടുതൽ ഇതിന്റെ ഇഷ്യൂസ് വരുന്നത് കേട്ടോ. അത് ഹീൽ ചെയ്ത് കളയാൻ പറ്റുമോ? യാ, അത് അഡ്വാൻസ് കോഴ്സിലാണ് അത് ചെയ്യാറുള്ളത്. മനസ്സിലാവും. ഓക്കെ. ഓക്കെ, താങ്ക് യു. നമ്മുടെ 80% നമ്മുടെ പ്രോഗ്രാമിംഗ് നടക്കുന്നത് എന്താണ്? നമ്മുടെ വൂമ്പിലാണ് 80% നമ്മുടെ പ്രോഗ്രാമിംഗ് സംഭവിക്കുന്നത്. 20 ആണ് പിന്നീട് 15 വയസ്സ് വരെയുള്ളത്. അപ്പം നമ്മൾ പറയാറുണ്ടല്ലേ, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കണം, അവരെ വിഷമിപ്പിക്കരുത്, അവരെ മാക്സിമം എന്താണ് സന്തോഷിപ്പിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിനൊക്കെ കാരണം ഇതാണ്, ആ കുഞ്ഞിനെ അത് നന്നായിട്ട് ബാധിക്കുന്നു. മദർ ഏത് ഇമോഷനിലൂടെ കടന്നു പോകുന്നുണ്ടോ അതെല്ലാം കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ. പി സി ഒ ഡി റൂട്ട് കോസ്, പി സി ഒ ഡിയുടെ റൂട്ട് കോസ് വരുന്നത് സെൽഫ് ലവിനെ കണക്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. അതുപോലെ മീൻസ് സെൽഫിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ നമ്മുടെ ഫെമിനൈൻ എനർജി, ഇതിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് പി സി ഒ ഡിയുടെ റൂട്ട് കോസ് ആയിട്ട് വരുന്നത്. നമുക്ക് നമ്മെ തന്നെ ഒരു സ്ത്രീയായിട്ട് നമുക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് സ്ത്രീകൾ ആ, അങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം അല്ലേ? കുഞ്ഞുനാളിലൊക്കെ കുറച്ച് ഒന്നും ചെയ്യാൻ പാടില്ല, എല്ലാത്തിനും നോ 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 പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സ്ത്രീ ആയതിനോടൊരു വെറുപ്പും കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഒരുപാട് റൂട്ട് കോസ് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാം. അതാണ്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. യെസ്, നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിന് മാച്ച് ആയിട്ടുള്ള അട്രാക്ട് ചെയ്യും പോസിറ്റീവ് എനർജി. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ് എന്താണ്, അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ എനർജി ഫ്രീക്വൻസി ഉണ്ടാവുക. നമ്മൾ ഒരുപാട് സങ്കടവും വിഷമവും പ്രയാസവും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഇമോഷൻസ് ഒക്കെ എന്തായിരിക്കും, അതിനുള്ള ഇമോഷൻസിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും, ലോ ആയിരിക്കും. അപ്പോൾ സെയിം ഇമോഷൻസിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോൾ, പോസിറ്റീവിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ലിമിറ്റിംഗ് ബിലീഫ്, ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു ലിമിറ്റിംഗ് ബിലീഫ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, മീൻസ് നമ്മൾ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുകയാണ്. ചൈൽഡ്ഹുഡിൽ നമ്മൾ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുകയാണ്, എന്ത് ചെയ്താലും നീ മണ്ടനാണ് പൊട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തി, നമ്മളെ എപ്പോഴും ഇല്ലേ, കുട്ടികൾക്ക് മിസ്റ്റേക്സ് വരുമ്പോൾ പാരൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരെ കുറ്റപ്പെടുത്തുക ചെയ്യുക. അല്ലേ, നീ പോരാ, നീ മോശമാണ്, നീ ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, നീ വികൃതിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരിങ്ങനെ തരം താഴ്ത്തുമ്പോൾ കുട്ടിക്ക് കുട്ടിയെക്കുറിച്ച് എന്നുള്ളൊരു ഫീലിംഗ് എന്താണ് വരിക, ഐ ആം നോട്ട് ഗുഡ്, ഞാൻ മോശമാണ്, ഞാൻ നല്ലതല്ല എന്നുള്ള ആ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിക്ക് എന്താണ്, കോൺഫിഡൻസ് ലെവൽ വളരെ കുറവായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യങ്ങളുണ്ട് പാസ്റ്റിൽ. ഈ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, മുന്നോട്ടിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കുട്ടിക്ക്, ഭയങ്കര ഫിയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക, ആ കുട്ടി ലൈഫിൽ പരാജയപ്പെട്ടു പോകും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ പരാജയപ്പെട്ടു പോകും, ഞാൻ ശരിയല്ല, ഞാൻ മോശമാണ് എന്നുള്ള ഒരു ബിലീഫാണ് ആ കുട്ടിക്ക് ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് എവിടെയാണ്, കുട്ടി പാസ്റ്റിൽ അനുഭവിച്ചിട്ടുള്ള പാരൻസിൽ നിന്നും അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്ന് ആളുകളിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള ഇത്തരം എക്സ്പീരിയൻസസ്, ഇത് നമ്മൾ ഹീൽ ചെയ്യുക. ഈ ട്രോമാസ് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ പിന്നെ ആ ഇമോഷൻസ് അവിടെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പുതിയൊരു പ്രോഗ്രാമിംഗ് കൊടുക്കുകയാണ്, റീപ്രോഗ്രാം ചെയ്യുകയാണ് നമ്മൾ നമ്മുടെ മൈൻഡിനെ. ഐ ആം ഗുഡ്, ഐ ആം ഇനഫ്, ഐ ആം പവർഫുൾ, ഇങ്ങനെയുള്ള അഫർമേഷൻസിലൂടെയും അത് ജേർണലിങ്ങിലൂടെയും അതുപോലെ പ്രാക്ടീസിലൂടെയും നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ അതവിടെ സംഭവിക്കും എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ളൊരു ബിലീഫിന്, എനിക്ക് കഴിയില്ല എന്നുള്ളൊരു ബിലീഫിന് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് കഴിയും എന്നതിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് നെഗറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടോ അത് എന്ത് ചെയ്യാൻ പറ്റും, പോസിറ്റീവിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ കോഴ്സിലേക്ക് തന്നെ വരാം, സോറി, നമ്മുടെ സെഷനിലേക്ക് തന്നെ വരാം, ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ബാക്ക് പെയിൻ,
ഷോൾഡർ പെയിൻ, ലെഗ് പെയിൻ, തൈറോയ്ഡ് ഇഷ്യൂസ്, ഹൈ BP, ഡയബറ്റീസ്, ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എവിടെയാ കിടക്കുന്നത്? നമ്മൾ മെഡിസിൻ എടുത്തിട്ട് കാര്യമില്ല, മീൻസ് മെഡിസിൻ എടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഒരു പെർമനന്റ് സൊല്യൂഷൻ മെഡിസിനോട് കൂടെ നമ്മൾ വേറെ കാര്യം എന്ത് ചെയ്യണം? ഹീലിംഗും കൂടെ ചെയ്യണം. നമ്മുടെ പാസ്റ്റിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഹീൽ ചെയ്യുകയും വേണം. നമ്മൾ എന്ത് ചെയ്യും? എന്തൊരു പ്രശ്നം വന്നാലും ഫിസിക്കലി നമുക്ക് എന്ത് പ്രോബ്ലം വന്നാലും നമ്മൾ എന്ത് ചെയ്യും? സൊല്യൂഷൻസ് തേടി പോവും അല്ലേ? ഡോക്ടേഴ്സിന്റെ അടുത്ത് പോവും, ടാബ്ലറ്റ്സ് എടുക്കും, ഇഞ്ചക്ഷൻ എടുക്കും. പിന്നെന്താണ്, ഒരു മുറിവ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ ഓയിൻമെന്റ് ഒക്കെ പുരട്ടി അതിനെ ഹീൽ ചെയ്യാനായിട്ട് സുഖപ്പെടുത്തും നമ്മൾ. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഇമോഷണൽ പെയിൻ ഒരുപാട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ? മുറിവുകൾ അല്ലേ? നമ്മുടെ ഉള്ളിൽ വേദന, നമ്മൾ ഒരാൾ ചീറ്റ് ചെയ്തു, നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു പെയിനാണ് അല്ലേ? നമ്മൾ അത്രയും വിശ്വസിച്ച ഒരാൾ നമ്മൾ ചീറ്റ് ചെയ്യുമ്പോൾ വല്ലാത്ത സങ്കടവും വിഷമവും ദേഷ്യമൊക്കെ നമുക്ക് വരും. ഈ പെയിൻ നമ്മൾ ഹീൽ ചെയ്യാറുണ്ടോ? ഇത് ഹീൽ ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് പുറത്തു വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് പെയിൻ്റെ ഒരു റൂട്ട് കോസ് വരുന്നത് എന്താണ്? ഫീലിംഗ് അൺസപ്പോർട്ടഡ്, ടു മച്ച് റെസ്പോൺസിബിലിറ്റി അല്ലേ? എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അതുപോലെ ഒരുപാട് നമ്മുടെ ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ബാക്ക് പെയിൻ്റെ റൂട്ട് കോസ് ആയിട്ട് വരുന്നത്. നമ്മൾ നമ്മളെ നമ്മളുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലേ? നമ്മൾ മനുഷ്യൻ എന്ന് പറയുമ്പം കണക്റ്റഡ് ആണ് അല്ലേ? അറ്റാച്ച്ഡ് ആണ്, അല്ലെങ്കിൽ എന്താണ്, ഡിപ്പെൻഡഡ് ആണ്. പല കാര്യങ്ങൾക്കും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒറ്റയ്ക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആ ഒരു വൈകാരികമായിട്ടുള്ള പിന്തുണയുടെ അഭാവം, നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, കുടുംബത്തിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരിക, വീട്ടിലെ കാര്യങ്ങൾ, ഇങ്ങനെയെല്ലാം നമുക്ക് ഓവറായിട്ട് നമ്മൾ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതിന്റെ സിറ്റുവേഷൻസിലാണ്, ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ട്രെസ്സാണ് ഇത് ബാക്ക് പെയിൻ റീസൺ ആയിട്ട് വരുന്നത്. ഷോൾഡർ പെയിൻ, ക്യാരിങ് ഇമോഷണൽ ബേർഡൻ, പ്രഷർ, നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലേ ഒരുപാട് കാര്യങ്ങൾ, എന്താണ് സങ്കടം വിഷമമൊക്കെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കും, ഉള്ളിൽ അടക്കി വെക്കും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള സങ്കടം വിഷമങ്ങളെല്ലാം നമ്മൾ അടക്കി പിടിച്ചു കഴിഞ്ഞാൽ അതാണ് ബെറ്റർ ആയിട്ടുള്ള കാര്യം. നമ്മൾ മറ്റുള്ളവരോട് ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാതെ നമ്മൾ എപ്പോഴും അടക്കി പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരു തീക്കനൽ നമ്മുടെ കയ്യിൽ വെച്ച് നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? അത് തന്നെയാണ്, നമ്മൾ ഉരുകി ഉരുകി ഇല്ലാതായി പോവുകയാണ് അല്ലേ? ഒരു ആവറേജ് കണക്കെടുത്തു കഴിഞ്ഞാൽ 35 അല്ലെങ്കിൽ 40 ആകുമ്പോഴേക്കും അസുഖങ്ങൾ വരുന്നു. ഇത്രയും കാലം അനുഭവിച്ച സ്ട്രെസ്സിന്റെ ഒരു, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ അലാമാണ് ഈ അസുഖങ്ങളെല്ലാം വരുന്നത്. ലെഗ് പെയിന്, കാൽവേദന എന്താണ്? ഫിയർ ഓഫ് മൂവിങ് ഫോർവേഡ്, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഫിയർ, എങ്ങനെ മുന്നോട്ട് പോവും, ലൈഫ് സ്റ്റെക്ക് ഒരു അവസ്ഥ, ഇനി എന്ത് ചെയ്യും അല്ലെ? ഫിനാൻഷ്യലി ആവാം, ഹെൽത്തിലാവാം, പ്രശ്നങ്ങൾ വന്നിട്ടും ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, ലാക്ക് ഓഫ് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥ, തൈറോയ്ഡ് ഇഷ്യൂസ്, ഡിഫിക്കൽട്ടി ഇൻ എക്സ്പ്രസിങ്, സപ്രസ്ഡ് വോയിസ്. തൈറോയ്ഡുള്ള ആളുകളുടെ അവർ എക്സ്പ്രസ് ചെയ്യില്ല, അവരൊരുപാട് അപമാനം കാര്യങ്ങളൊക്കെ സഹിക്കേണ്ടി വരുമ്പോൾ അതെല്ലാം ക്ഷമിച്ച് പുറത്ത് ഉള്ളിൽ അടക്കി വെക്കുകയാണ്. ക്ഷമിക്കുക എന്ന് പറയുമ്പം യഥാർത്ഥ ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുമ്പം അത് സഹിക്കലല്ല. ഓക്കെ, നമ്മൾ സഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ക്ഷമിക്കാന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഉള്ളിൽ സഹിക്കുകയാണ്. യഥാർത്ഥ ക്ഷമ അല്ലെങ്കിൽ ക്ഷമിച്ചു കൊടുക്കുക, ഫൊഗീവ്നെസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കലാണ്. പിന്നെ ആ ഇമോഷൻ നമ്മളെ ബാധിക്കില്ല. ഓക്കെ, അതുപോലെ സപ്രസ്ഡ് വോയിസ്, നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടാവും, അതെല്ലാം നമ്മൾ പറയാൻ കഴിയാതെ അല്ലേ? ചിലപ്പോൾ തെറ്റായ കാര്യങ്ങളായിരിക്കാം ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻസ് മറ്റുള്ളവർ നമ്മളിങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, നമുക്ക് അവിടെ പറയണം എന്നുണ്ടാവും, പക്ഷെ അവിടെ വോയിസ് ഇല്ല, പറയാൻ പറ്റാതെ നമ്മൾ അതും എന്ത് ചെയ്യാണ്? സപ്രസ് ചെയ്ത് വെക്കുക നമ്മുടെ ഉള്ളിൽ. ഇതൊക്കെയാണ് തൈറോയിഡിന്റെ ഇഷ്യൂസ്. അപ്പം ഇതൊക്കെ ഹീൽ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പൂർണ്ണമായിട്ടും ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. ഹൈ BP, സ്ട്രെസ്, ഓവർ തിങ്കിങ്, ഇന്റേണൽ പ്രഷർ അല്ലെ? ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകളാവാം, റിലേഷൻഷിപ്പിലുള്ള ബുദ്ധിമുട്ടുകളാവാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ എന്താണ്? BP, ബ്ലഡ് പ്രഷർ എന്താവും? അബ്നോർമൽ ആവും, ഹൈ ആവും അല്ലേ? ഓവർ തിങ്കിങ്, ഇന്റേണൽ പ്രഷർ, ഇവിടെയൊക്കെ നമ്മൾ ഒരുപാട് കാലം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം എന്ത് ചെയ്യുന്നു? തകിടം മറിയുന്നു. നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ ഡോക്ടർ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്താ പറയാ? BP കൂടി എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്താ ചോദിക്കുക?
എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ? ഇല്ലേ, ഡോക്ടേഴ്സ് പോലും അതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന് റീസൺ? എന്താണ്? സ്ട്രെസ് ആണ്. ഈ സ്ട്രെസ് നമ്മൾ എന്ത് ചെയ്യണം? റിലീസ് ചെയ്തേ പറ്റൂ. ഈ സ്ട്രെസ് റിലീസ് ചെയ്താലാണ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ വീട്ടില് നമ്മളൊരു നമ്മുടെ കിച്ചൺ നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഒരു 1 വീക്കിനുള്ള നമ്മൾ വെജിറ്റബിൾ വേസ്റ്റ് പല കാര്യങ്ങളും ആ വീട്ടിലുണ്ട്, ആ കിച്ചണിലുണ്ട്. ആ കിച്ചൺ ക്ലീൻ ചെയ്തിട്ടില്ല, എന്തായിരിക്കും അവസ്ഥ? ആ കിച്ചന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ എന്താണ് പുറത്ത് ചെന്നിട്ട് ആ ഒരു ജസ്റ്റ് ഒരു എയർ ഫ്രഷ്നറൊക്കെ കാര്യമുണ്ടോ? സ്പ്രേ ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ? എന്ത് ചെയ്യണം നമ്മൾ അവിടെ? ആ കിച്ചൺ ക്ലീൻ ചെയ്യണം. അവിടെയുള്ള ഓരോ വേസ്റ്റും നമ്മൾ എടുത്ത് എന്ത് ചെയ്യണം? പുറത്തേക്ക് കളയണം. അവിടെ ക്ലീൻ ചെയ്യണം. എങ്കിലേ ആ ഒരു കിച്ചണിൽ പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ കിടന്നിട്ടുള്ള ഈ മാലിന്യങ്ങൾ, നമ്മുടെ സ്ട്രെസ്, ഇമോഷൻസ്, മീൻസ് നെഗറ്റീവ് ഇമോഷൻസ്, സങ്കടം, വിഷമം, പ്രയാസം, കുറ്റബോധം, ഇതവിടെ കിടന്നിട്ട് എന്താ ചെയ്യുന്നത്? ചീഞ്ഞ് നാറുന്നുണ്ട്. ആ ചീഞ്ഞ് നാറുന്നത് പുറത്തേക്ക് വരുന്നത് ഈ രൂപത്തിലാണ്. അപ്പൊ ജസ്റ്റ് പുറത്തേക്ക് മരുന്ന് പുരട്ടിയിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? കിച്ചൺ ക്ലീൻ ചെയ്ത പോലെ നമ്മുടെ മൈൻഡിനെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഈ നെഗറ്റീവ് ഇമോഷൻസിനൊക്കെ കാരണമായിട്ടുള്ള പാസ്റ്റ് ട്രോമാസ് നമ്മൾ ഹീൽ ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഡയബറ്റീസ്, ലാക്ക് ഓഫ് സ്വീറ്റ്നെസ് ഓർ ജോയ് ഇൻ ലൈഫ്. മധുരം നഷ്ടപ്പെടുക, ജീവിതത്തിന് മധുരം നഷ്ടപ്പെടുക. ഇവിടെയാണ് ഷുഗർ, അല്ലേ? ഷുഗർ അബ്നോർമൽ ആവുന്ന അവസ്ഥ. ഇപ്പൊ നമ്മളെ സ്നേഹിക്കേണ്ട, നമുക്ക് സ്നേഹം കിട്ടേണ്ട ആളുകളിൽ നിന്നും സ്നേഹം കിട്ടാത്ത അവസ്ഥ, സ്വീറ്റ്നെസ്. ഇതാണ് ഷുഗർ അബ്നോർമൽ ആവുന്നതിന്റെ കാരണം. ഓക്കെ, അപ്പം ഓരോന്നിനും കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ നമ്മുടെ ലൈഫിൽ ഏതാണെന്ന് കണ്ടെത്തി അത് ഹീൽ ചെയ്യുന്നതിലൂടെ നമുക്കൊരു പെർമനന്റ് സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, വൈ പ്രോബ്ലംസ് റിപ്പീറ്റ്? ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? അൺഹീൽഡ് ഇമോഷൻസ് സ്റ്റേ ഇൻ ദ സിസ്റ്റം. നമ്മുടെ ഉള്ളിൽ അൺഹീൽഡ് ആയിട്ടുള്ള ഇമോഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേ ചെയ്യുന്നുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് റിപ്പീറ്റ്സ് ഫെമിലിയർ പാറ്റേൺസ്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്താ ചെയ്യുന്നത്? സെയിം പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 15 വയസ്സ് വരെ എന്താണോ നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്, കണ്ടത്, കേട്ടത്, അനുഭവിച്ചത്, ഇത് എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ 15 ഇയേഴ്സ്, 15 വയസ്സിന് ശേഷം ഇത് റിപ്പീറ്റ് ചെയ്യാണ്. വി അട്രാക്ട് സിമിലർ സിറ്റുവേഷൻസ് അൺകോൺഷ്യസ്ലി. നമ്മൾ കോൺഷ്യസ്ലി അല്ല ഇത് അട്രാക്ട് ചെയ്യുന്നത്, അൺകോൺഷ്യസ്ലി നമ്മൾ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ബിലീഫ്സ് ഇതെന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു, ആകർഷിക്കുന്നു. ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് കേട്ടതാണ്, അല്ലേ? മാനിഫെസ്റ്റേഷൻ ഒക്കെ എന്താണ്? നമ്മൾ അട്രാക്ട് ചെയ്യുക. നമ്മുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് റിപ്പീറ്റ്സ് ലെസൺസ് അണ്ടിൽ ദേ ആർ ലേൺഡ് ആൻഡ് ഹീൽഡ്. നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ഹീൽ ചെയ്യുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, നമ്മൾ മനസ്സിന് 2 തലങ്ങളുണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, സെക്കൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, ഇപ്പോൾ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത്, നിങ്ങളിപ്പോൾ സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലോജിക്കലി നമ്മൾ ചിന്തിക്കുന്ന ഡിസിഷൻസ് എടുക്കുന്ന ഒരു മൈൻഡിന്റെ തലം, അതാണ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ആഴത്തിൽ നമ്മുടെ മൈൻഡിന്റെ മറ്റൊരു തലമാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തും. അതവിടെ ഒരു ബിലീഫായിട്ട് നമ്മുടെ ബിഹേവിയറൊക്കെ ആയിട്ട് മാറുമെന്നുള്ളതാണ്. ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ ഒരുപാട് കുറ്റപ്പെടുത്തൽ, കളിയാക്കലുകളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ ഒരു ബിലീഫ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ മോശമാണ്, ഞാൻ പോരാ എന്നുള്ളൊരു സബ് കോൺഷ്യസ് ബിലീഫാണ് ആ കുട്ടിക്കുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ആ കുട്ടിക്ക് ഇപ്പോൾ ആഗ്രഹമുണ്ട്, പല കാര്യങ്ങളും ചെയ്യണം. ഇപ്പോൾ ഒരു 25 അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരു വ്യക്തിയായി മാറി എന്ന് വിചാരിക്കുക. ആ വ്യക്തിക്ക് എന്താണ്, നല്ല ഇൻകം ഏൺ ചെയ്യണം,
നല്ല ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്, കോൺഷ്യസ്ലി ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണ്, സബ് കോൺഷ്യസ്ലി ബ്ലോക്ക്ഡ് ആണ്. ആ കുട്ടിയെ ആ ഒരു വ്യക്തിയെ ബ്ലോക്ക് ചെയ്യും. എന്തേ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യും, പിന്നോട്ട് വലിക്കും. എനിക്ക് കഴിയില്ല, എനിക്ക് പറ്റില്ല. എന്ത് ചെയ്യും, ഒരു ഇന്നർ വോയിസ് വരും, നിനക്ക് കഴിയില്ല, നീ പോകണ്ട, ദാറ്റ്സ് നോട്ട് സേഫ്, അത് സേഫ് അല്ല എന്നുള്ള രീതിയിൽ തോട്ട്സ് വരാറുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെയുണ്ടോ? ടെക്സ്റ്റ് ചെയ്യൂ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്തേ. യെസ്, വരാറുണ്ട് അല്ലേ? അതാ പിടിച്ചു വെക്കുന്നത് ആരാണ്? ആരാണ് പിടിച്ചു വെക്കുന്നത്? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ബിലീഫ്സ് ആണ്. ഓക്കെ, ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഏതൊരു ഏരിയ ആവട്ടെ, ഫിനാൻഷ്യൽ ആവാം, ഇതിനെല്ലാം പിടിച്ചു വെക്കുന്ന ഒരു ബിലീഫ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എങ്ങനെയാന്നുള്ളത് നിങ്ങൾ പറയുമ്പോൾ, ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ ക്യാഷ് വരുന്നില്ല, നിങ്ങളിപ്പോൾ വല്ലാത്തൊരു സ്ട്രഗ്ലിങ്സിലൂടെ കടന്നു പോവുകയാണ്. സെയിം സ്ട്രഗ്ലിംഗ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും പാസ്റ്റിൽ. ഓക്കെ, അപ്പൊ അതിൽ നിന്നുള്ളൊരു ബിലീഫ് ഉണ്ടായിട്ടുണ്ട്. എന്ത് എക്സ്പീരിയൻസസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്, ഇന്റൻസീവായിട്ട് നമ്മൾ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ആവർത്തിച്ച് കടന്നു പോകുമ്പോൾ ഒരു ബിലീഫ് അതിൽ നിന്ന് രൂപപ്പെടുന്നുണ്ട്. ആ ബിലീഫാണ് പിന്നെ അവിടെ വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുട്ടിക്കാലത്ത് ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബിലീഫ് വന്നിട്ടുണ്ടാവും, പണം എന്നുള്ളത് എനിക്ക് പറഞ്ഞ കാര്യമല്ല, എനിക്കതിന് അർഹതയില്ല. അത് മറ്റുള്ളവർക്ക്, പണക്കാർക്ക്, റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക്, അവർക്ക് പണം വരുള്ളൂ. ഈ ഒരു ബിലീഫ് എൻ്റെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ ബിലീഫിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുള്ളൂ. അതിന് മാച്ച് ആയിട്ടുള്ള എനർജിയെ പ്രവർത്തിക്കുകയുള്ളൂ. എനർജിയുടെ പ്രത്യേകത എന്താ? സെയിം ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യുള്ളൂ. അല്ലേ? ഒരു 20 ഒരു എനർജി ചാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ബോഡിയുടെ ഒരു എനർജി ചാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ പഠിക്കാനുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ നമ്മൾ പഠിക്കേണ്ടത്. ഇതാണ് നമ്മുടെ റിയൽ ലൈഫ് ലേണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ 95% ഓഫ് അവർ ബിഹേവിയർ ഈസ് സബ് കോൺഷ്യസ്. നമ്മുടെ 95% നമ്മുടെ സ്വഭാവ രൂപം പെടുന്ന എങ്ങനെയാണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അണ്ടറിലാണ് ഈ കാര്യങ്ങൾ വരുന്നത്. നമ്മളുടെ 15 വയസ്സിന് മുമ്പ് നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ് നമ്മളൊരു ബിഹേവിയർ ആയിട്ട് വരുന്നത്. സ്റ്റോഴ്സ് മെമ്മറീസ്, ഇമോഷൻസ് ആൻഡ് ബിലീഫ്സ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇന്റൻസീവായിട്ട് അനുഭവിച്ച പല കാര്യങ്ങളുടെ മെമ്മറീസും ഇമോഷൻസും ബിലീഫ്സും ഒക്കെ കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്, അല്ലേ? നമുക്ക് ഇപ്പോൾ ഇന്റൻസീവായിട്ട് ഏതൊരു കാര്യം നമ്മൾ സന്തോഷമുള്ളതാവാം, സങ്കടമുള്ളതാവാം, നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, ഇതെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്, അല്ലെ? പഴയ കാര്യങ്ങൾ ഓർമ്മയില്ലേ? കുട്ടിക്കാലത്ത് വളരെ നല്ല രീതിയിൽ, ഇപ്പോൾ നമുക്ക് നല്ലൊരു സ്കൂളിലൊരു റാങ്ക് ഹോൾഡർ ആയി, അല്ലേ? നമുക്ക് വളരെ ഇന്റൻസീവായിട്ട് നമുക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്, എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതുപോലെ നിങ്ങളെ സ്കൂളിൽ ഏതെങ്കിലും ടീച്ചർ എല്ലാ ക്ലാസ്സിലും എല്ലാ കുട്ടികളുടെ ഇടയിലും ഇട്ടിട്ട് നിങ്ങളൊന്ന് കളിയാക്കി, അതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മൾ ഡീപ്പർ ലെവലിൽ നമ്മൾ ഇന്റൻസീവായിട്ട് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ആവർത്തിച്ച് കേട്ട കണ്ട അറിഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങും. അതവിടെ സ്റ്റോർഡായി കിടക്കും. അതവിടെ കിടക്കും. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇപ്പോൾ ഓർമ്മയിൽ ഇല്ലെന്നിരിക്കാം, പക്ഷേ മീൻസ് ഓർമ്മയിൽ അത് ഉള്ളിലുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ലായിരിക്കാം, പക്ഷെ എന്താണ്, നമുക്ക് എടുക്കാൻ പറ്റും. അതെല്ലാം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള എനർജിയാണ് നിങ്ങളെ ഇപ്പോൾ നയിക്കുന്നത്. ഫോംഡ് മെയിൻലി ഡ്യൂറിങ് ചൈൽഡ്ഹുഡിലാണ് ഇത് ഫോം ചെയ്യുന്നത്. പിന്നെ നമുക്ക് കണക്റ്റഡ് ആയിട്ട് ചൈൽഡ്ഹുഡിൽ മാത്രമല്ല റൂട്ട് കോസസ് വരാം, അതിന് ശേഷം വരും. പക്ഷെ എന്തെങ്കിലും ഒരു കണക്ഷൻ ചൈൽഡ്ഹുഡായിട്ട് ഇതിനുണ്ടാവും. ഓക്കെ, ചൈൽഡ്ഹുഡ് അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പാരന്റിങ്, അല്ലെ? നമ്മൾ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ആ ഒരു കുട്ടിയുടെ ലൈഫ് തീരുമാനിക്കുന്നത് ആ 15 വയസ്സ് വരെ ആ കുട്ടിക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. പ്രഗ്നൻസി ടൈമിൽ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോ കാര്യങ്ങളും അവിടെ പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് കുട്ടിയുടെ ബ്രെയിനിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാം ചെയ്യപ്പെടുന്നുണ്ട്. ഈവൻ ഇഫ് വി കോൺഷ്യസ്ലി വാണ്ട് ചേഞ്ച്, സബ് കോൺഷ്യസ് പാറ്റേൺസ് കൺട്രോൾ ആക്ഷൻസ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കോൺഷ്യസ്ലി നമ്മൾ ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്, ഓക്കെ, ബട്ട് സബ് കോൺഷ്യസ് പാറ്റേൺസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു.
എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആവട്ടെ, റിലേഷൻഷിപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി ഞാൻ നല്ല രീതിയിൽ പെരുമാറും, വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറും, എൻ്റെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ എൻ്റെ വൈഫിനെ ഞാൻ മനസ്സിലാക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം എന്താണ്? ഒരു ബെറ്റർ ലൈഫാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു നല്ല മനുഷ്യനാവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലേ? ആരെയും വേദനിപ്പിക്കാതെ, ആരെയും കളിയാക്കാതെ, അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താതെ ഒരു അടിപൊളി ലൈഫ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആരാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? കോൺഷ്യസ്ലി നമ്മൾ ചിന്തിക്കുമ്പോഴും നെക്സ്റ്റ് ടൈം നമ്മുടെ കൈവിട്ട് പോകുന്നത് എവിടെയാണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും, പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, വാട്ട് ഈസ് റൂട്ട് കോസ്? നമ്മൾ പറഞ്ഞ കാര്യമാണ്. ദ ഫസ്റ്റ് ടൈം യു എക്സ്പീരിയൻസ് എ സ്ട്രോങ് ഇമോഷൻ, എ മെമ്മറി സ്റ്റോർഡ് ഇൻ സബ് കോൺഷ്യസ് മൈൻഡ്, ദ ഒറിജിൻ ഓഫ് കറന്റ് ഇമോഷണൽ പാറ്റേൺസ്. നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസിൽ സ്ട്രോങ് ഇമോഷൻ, വളരെ ഇൻറ്റൻസീവായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസസ് ആണ് റൂട്ട് കോസ് ആയിട്ട് വരാം. മെമ്മറി സ്റ്റോർഡ് ഇൻ സബ് കോൺഷ്യസ് മൈൻഡ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു മെമ്മറി എന്തായിരിക്കും? സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർഡ് ആയിരിക്കും. ദ ഒറിജിൻ ഓഫ് കറന്റ് ഇമോഷണൽ പാറ്റേൺസ്, നമ്മുടെ കറന്റ് ഇമോഷണൽ പാറ്റേൺസിന്റെ ഒരു ഒറിജിൻ ആയിട്ടാണ് ഈ റൂട്ട് കോസ് വരാം. ചൈൽഡ്ഹുഡ് റിജക്ഷൻ, അഡൾട്ട് ഫിയർ ഓഫ് റിലേഷൻഷിപ്പ്. യെസ്, ചൈൽഡ്ഹുഡ് റിജക്ഷൻ അനുഭവിച്ചിട്ടുള്ള കുട്ടി എന്താണ്? റിലേഷൻഷിപ്പിൽ ഫിയർ ഉണ്ടാവും. ഇപ്പോൾ റിലേഷൻഷിപ്പിന്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചില ആളുകൾ ഫ്രണ്ട്സൊക്കെ എന്താണ്, കുറച്ച് കാലേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുള്ളൂ, പിന്നീട് അത് ഇല്ലാതെയാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നും പ്രാവശ്യം കല്യാണം കഴിച്ച് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ്, അല്ലേ? അതൊക്കെ എന്താണ്? അതിന് റീസൺ ഉണ്ട്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. ചൈൽഡ്ഹുഡിലാണ് അതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കോഴ്സിൽ ഒരുപാട് പേര് വരാറുണ്ട്, ഒരുപാട് എക്സാമ്പിൾസ് നമുക്കറിയാം. ചില ആളുകൾക്ക് പറയാറുണ്ട്, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഓവറായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടി വരുന്നു ലൈഫിൽ. ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളാവട്ടെ, അതൊക്കെ ടേക്ക് കെയർ ചെയ്യേണ്ടി വരുന്നു, ഒറ്റയ്ക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. ആളുകളുണ്ട്, പക്ഷെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെ റൂട്ട് കോസ് ആയിട്ട് നമ്മൾ കണ്ടെത്തുന്നത്, അവരുടെ ചൈൽഡ്ഹുഡിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയായിരുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്ത് കിട്ടിയിട്ടില്ല? സപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, അതുപോലെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു, ഓവറായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടി വരുന്നു. ഒരു കുട്ടി എന്നതിലുപരി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന, അങ്ങനെയൊക്കെ അനുഭവിച്ച കുട്ടികളുണ്ടാവും. ഇവരുടെ അഡൾട്ട്ഹുഡിൽ അവരുടെ ലൈഫിലേക്ക് അവർ വരുമ്പോൾ അവർക്ക് അന്ന് ആ കുട്ടി അനുഭവിച്ചൊരു ഇമോഷൻ ഉണ്ട്. എന്താണ്? എനിക്ക് ഫ്രീ ടൈം ഇല്ല, എനിക്ക് കളിക്കാൻ, ചില കുട്ടികൾക്ക് അങ്ങനെയുണ്ട് അല്ലേ, കളിക്കാനൊന്നും സമയമില്ലാതെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ്. ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മുറ്റം ക്ലീൻ ചെയ്യണം, അങ്ങനെ ചില പാരൻസ് അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട് അല്ലേ? അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ്, അവരുടെ ലൈഫിലേക്ക് വരുമ്പം ഓവറായിട്ട് റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഏറ്റെടുക്കേണ്ടി വരും. കാരണം സെയിം ഇമോഷനാണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ കുട്ടി അന്ന് അനുഭവിച്ചൊരു പെയിൻ ഉണ്ട്, എനിക്ക് ഫ്രീഡം അല്ല, അല്ലെങ്കിൽ ഓവറായിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ആ ഒരു ഇമോഷൻ ഇവിടെയും എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. ഇവിടെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാവാം, വ്യക്തികൾ മാറിയിട്ടുണ്ടാവാം, പക്ഷെ ഇമോഷൻ ഒന്ന് തന്നെ ആയിരിക്കും. നിങ്ങൾ ഇറ്റ്സ് മീ ദ റിയൽ മീൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ കേൾക്കാറുണ്ടായിരിക്കും എന്ത്? റൂട്ട് കോസ് പോയി ഹീൽ ചെയ്തപ്പോൾ ക്ലിയർ ആയി എന്നുള്ളത്. ഇപ്പം കഴിഞ്ഞ സൺഡേയിൽ ഷിഹാബ് സാറുടെ അദ്ദേഹം ഒരുപാട് റൂട്ട് കോസസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ബെൽറ്റ് കൊണ്ട് അടി കിട്ടുന്ന ഒരു കാര്യം ആള് പറഞ്ഞു. ആള് മോളെ ബെൽറ്റ് കൊണ്ട് അടിക്കുന്നു എന്നുള്ളത്. അപ്പം ആളെന്നെ ഇപ്പൊ ആളിത് ഓപ്പണായിട്ട് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഇത് സംസാരിക്കുന്നത്, ആളെന്നെ പറഞ്ഞ കാര്യമായതുകൊണ്ട്. ഓക്കെ, അപ്പോ ആ ഒരു, പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആള് പൊട്ടിക്കരയും. പക്ഷെ ആളെ കൊണ്ട് ആരാണത് ചെയ്യിപ്പിക്കുന്നത്? ആളുടെ ഉള്ളിലുള്ള ഒരു ബിലീഫ് ഉണ്ട്. ആളുടെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തുനിന്നും ആൾക്ക് തെറ്റ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന അടി, ബെൽറ്റ് കൊണ്ടായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബിലീഫാണ് അവിടെ പ്രവർത്തിച്ചത്. ആൾക്ക് പോലും കോൺഷ്യസ്ലി ആൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആഫ്റ്റർ ആ ഒരു പ്രശ്നം കഴിഞ്ഞ ഉടനെ ആൾക്ക് എന്ത് വരും? ഗിൽട്ട് വരും, പൊട്ടിക്കരയും. പക്ഷെ ആളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ സബ് കോൺഷ്യസ് ബിലീഫാണ് ആളെ നിയന്ത്രിച്ചത്. അത് അവിടെ പോയി കട്ട് ചെയ്തപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആയി.
ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ബ്രേക്ക് ചെയ്യണം. നമ്മുടെ ഓരോ നെഗറ്റീവ് ബിലീഫ്സ്, ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്ട്രഗിൾ ചെയ്യും. മാത്രമല്ല നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമ്മളിത് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ആങ്കർ ഇഷ്യൂ ഉണ്ട്, നമ്മുടെ റിലേഷൻഷിപ്പ് നല്ല പ്രശ്നം വരും അല്ലേ? ആങ്കർ ഇഷ്യൂ ഉള്ളവർക്ക് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആവട്ടെ അവിടെ പ്രശ്നങ്ങൾ വരും. ഇത് എന്താണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക? നമ്മുടെ ലൈഫ് പാർട്ട്ണർക്കാവാം, നമ്മുടെ മക്കൾക്കാവാം. ഈ മക്കള് ഇത് അനുഭവിക്കുമ്പം അവരുടെ ബിലീഫ്സ് ഇതായിട്ട് മാറും. അത് അവർ പ്രൊജക്റ്റ് ചെയ്യും. നെക്സ്റ്റ് അവരുടെ ജനറേഷൻ അവരിത് കൊടുത്തുകൊണ്ടേയിരിക്കും, അവരുടെ മക്കൾക്ക്. ഇതിങ്ങനെ കൈമാറി 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 വരികയാണ്. ഓക്കെ, ഇതെന്ത് ചെയ്യണം? നമ്മൾ ബ്രേക്ക് ചെയ്യണം. ലിമിറ്റിംഗ് ബിലീഫ്സ്, കോമൺ റൂട്ട് ബിലീഫ്സ് എന്തൊക്കെയാണ്? ഐ എം നോട്ട് ഇനഫ്, ഐ എം നോട്ട് സേഫ്, ഐ എം നോട്ട് ലവ്ഡ്. ഐ എം നോട്ട് സേഫ്, ഐ എം നോട്ട് ഇനഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഐ എം നോട്ട് സേഫ്, അല്ലേ? അങ്ങനെ ഒരു ഫീലിംഗ്. ഇതൊക്കെ എന്തിൽ നിന്നാണ് വരാറുള്ളത്? ഐ എം നോട്ട് സേഫ്, ഞാൻ സേഫ് അല്ല. ഈ ഒരു ഫീലിംഗ് ചൈൽഡ്ഹുഡിൽ സേഫ്റ്റി ഇഷ്യൂസ് അനുഭവിച്ച കുട്ടികൾക്ക് വരാറുണ്ട്. ഐ എം നോട്ട് ലവ്ഡ്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. ഇത് ചൈൽഡ്ഹുഡിൽ ഈ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്, ഉള്ളിൽ വെച്ച് നിൽക്കാനുള്ളതല്ല. ഓക്കെ, മക്കളോടാവാം, പാർട്ട്ണറോടാവാം, ആരോടായാലും അത് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അതിന് വാല്യൂ ഉണ്ടാവുന്നത്. ഉള്ളിൽ വെച്ച സ്നേഹവും കുട്ടിക്ക് കളിക്കാൻ കൊടുക്കാത്ത കളിപ്പാട്ടവും ഒന്നുപോലെയാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ മക്കളോടായാലും ആരോട് അതിൽ എക്സ്പ്രസ് ചെയ്യണം. അത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. ഐ ആം നോട്ട് ലവ്ഡ്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഒരു കുട്ടിക്ക് ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വരുന്ന, ആളുടെ ലൈഫിൽ വരുന്ന എല്ലാ റിലേഷൻഷിപ്പിലും ഈ പ്രശ്നം ഉണ്ടാവും. ആ കുട്ടി എന്നും ഒരു ലോൺലി ആയിട്ടായിരിക്കും. ഒരു ലോൺലിനെസ് എപ്പോഴും ആ കുട്ടിക്ക് അനുഭവപ്പെടും. ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. ഇതന്നെയാവും ആളുടെ റിലേഷൻഷിപ്പിൽ, മാരീഡ് ലൈഫിലൊക്കെ ഇത് പ്രതിഫലിക്കും. ഇത് ക്ലിയർ ചെയ്യുമ്പോൾ ആൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയൊക്കെ സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റും. അതവിടെ ആ എനർജിയിലാണ് ചേഞ്ച് വരുന്നത്. ഓക്കെ, ദീസ് ബിലീഫ്സ് ആർ ക്രിയേറ്റഡ് ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ആർ സൈലന്റ്ലി കൺട്രോൾ ലൈഫ് ഡിസിഷൻസ്. ഇത്തരത്തിലുള്ള ബിലീഫ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നാണ്. ഇതെന്ത് ചെയ്യുന്നു? സൈലന്റ്ലി നമ്മുടെ ലൈഫിലെ ഡിസിഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നു. സൈലന്റ്ലി കൺട്രോൾ ചെയ്യാണ് അല്ലേ? നമ്മൾ അറിയാതെ നമ്മളെ കൺട്രോൾ ചെയ്യാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഫൈൻഡിങ് ദ റൂട്ട് കോസ് കണ്ടെത്തുന്നത്. ആസ്ക് യുവർ സെൽഫ്, വെൻ ഡിഡ് ഐ ഫസ്റ്റ് ഫീൽ ദിസ് ഇമോഷൻ? നിങ്ങൾ ഇപ്പോൾ കറന്റ് ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എപ്പോഴാണ് എനിക്കിത് ആദ്യം ഫീൽ ചെയ്തത്? വാട്ട് സിറ്റുവേഷൻ ട്രിഗേർഡ് ഇറ്റ്? ഏത് സിറ്റുവേഷനാണ് എന്നെ ട്രിഗർ ചെയ്യുന്നത്? വാട്ട് ഡിഡ് ഐ ബിലീവ് അബൌട്ട് മൈസെൽഫ് ദെൻ? ഇതിനെക്കുറിച്ച് എന്താണ് ഞാൻ വിശ്വസിച്ചത്? ഇങ്ങനെയുള്ള കാര്യം. യുവർ മൈൻഡ് വിൽ ഗൈഡ് യു ടു ദ ഒറിജിൻ മെമ്മറി. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ മൈൻഡ് തന്നെ നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മളങ്ങനെ പോവും. ഇതിലേക്ക്, റൂട്ട് കോസിലേക്ക് നമ്മൾ പോകുന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ടൈം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പ്രോബ്ലംസ് ആർ സിഗ്നൽസ്, നോട്ട് പണിഷ്മെന്റ്സ്. എവ്രി ഇമോഷൻ ഹാസ് എ റൂട്ട് കോസ്. ഹീലിംഗ് ഈസ് പോസിബിൾ വിത്ത് അവെയർനെസ്. പ്രോബ്ലംസ് എന്താണ്? സിഗ്നൽസ് മാത്രമാണ്, പണിഷ്മെന്റ്സ് അല്ല. നമ്മൾ പറയാറുണ്ടല്ലേ, എനിക്ക് എൻ്റെ ലൈഫിൽ ശിക്ഷയാണ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വിധിയാണ്. എന്താണ്? ഇത് സിഗ്നൽസ് മാത്രമാണ്. എവരി ഇമോഷൻ ഹാസ് എ റൂട്ട് കോസ്. നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യുന്ന ഇമോഷൻസ്, കൂടുതൽ നിങ്ങൾ ഏത് ഇമോഷൻസിലൂടെയാണ് കടന്നു പോകാറുള്ളത്? കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ, കൂടുതലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്? സന്തോഷമാണോ? സങ്കടമാണോ? ദേഷ്യം, കുറ്റബോധം, വെറുപ്പ്? ഏതിലൂടെയാണ് നിങ്ങൾ കടന്നു പോകാറുള്ളത്? വിഷമത്തിലൂടെയാണ്. സാഡ്, യെസ്. സാഡ്. അപ്പോൾ അതിനൊക്കെ എന്തുണ്ട്? ഒരു റൂട്ട് കോസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഹീലിംഗ് ഈസ് പോസിബിൾ വിത്ത് അവെയർനെസ്. എന്താണ്? ഹീലിംഗ് പോസിബിൾ ആണ്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ റൂട്ട് കോസസിനെല്ലാം ഹീൽ ചെയ്യാൻ സാധിക്കും. ചേഞ്ച് ദ റൂട്ട് കോസ് ആൻഡ് യുവർ ലൈഫ് വിൽ ചേഞ്ച്. റൂട്ട് കോസ് ചേഞ്ച്, നമ്മുടെ റൂട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫും ചേഞ്ച് ആവും. അവിടെ ചേഞ്ച് ആവുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇറ്റ്സ് മീ ദ റിയൽമിൽ വരുന്ന ഓരോ പാർട്ടിസിപ്പൻറ്റും പറയാറുണ്ട്, എന്ത്, നമ്മുടെ സ്റ്റുഡൻസും പറയാറുണ്ട്, അതുവരെയുള്ള EFTക്ക് ശേഷമുള്ള
മാറ്റം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു മാറ്റം കാണാൻ സാധിച്ചത്. അവിടെയാണ് നമ്മൾ ഇ എഫ് ടിയിൽ എന്ത് ചെയ്യുന്നു? റൂട്ട് കോസുകൾ ഹീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് റൂട്ട് കോസസ് ഹീൽ ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അതിലൊരു പവർഫുൾ മെത്തേഡാണ് റൂട്ട് കോസ് കണ്ടെത്താനും ഹീൽ ചെയ്യാനും. കണ്ടെത്തുക എന്നുള്ളതും ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ കറക്റ്റ് റൂട്ട് കോസിലേക്ക് നമ്മൾ പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കണ്ടെത്തുക, ഹീൽ ചെയ്യുക എന്നുള്ളത് എന്താണ്? പോസിബിൾ ആണ്. അപ്പോൾ അതിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇ എഫ് ടി, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഈ ഒരു ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിൽ നമ്മൾ എന്താണ്, നമ്മുടെ ഇമോഷൻസിനെ ഹീലിംഗ്, ഇല്ലേ? നമ്മൾ പറഞ്ഞു ഹീൽ ചെയ്യുക, പാസ്റ്റ് ട്രോമാസ് ഹീൽ ചെയ്യുക നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അത് ഹീൽ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇ എഫ് ടി. ടാപ്പിംഗ്, നമ്മുടെ എനർജി പോയിന്റ്സിലൂടെ നമ്മൾ ടാപ്പ് ചെയ്തിട്ട്, ടച്ച് ചെയ്ത് ടാപ്പ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് സങ്കടമുള്ളൊരു കാര്യം, ഇപ്പോൾ ഒരാൾ എന്നെ ചീറ്റ് ചെയ്തു, അവിടെ എന്തുണ്ട്? സങ്കടമുണ്ട്, ദേഷ്യമൊക്കെ ഉണ്ടാവും, അല്ലെ? വെറുപ്പൊക്കെ ഉണ്ടാവും. ഇവിടെ ഞാൻ ടാപ്പിംഗ് തെറാപ്പി ഉപയോഗിച്ച് ഞാൻ ഹീൽ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ആ ഇമോഷൻസിൽ നിന്നെല്ലാം എനിക്ക് റിക്കവർ ആവാൻ സാധിക്കും. ഇമോഷണൽ ഫ്രീഡം, പേരിൽ തന്നെയുണ്ട് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഈ നെഗറ്റീവ് ഇമോഷൻസിൽ നിന്നും ഫ്രീഡം, സ്വതന്ത്രം നേടാനുള്ള ഒരു ടെക്നിക്കാണ് ഇ എഫ് ടി. പൂർണ്ണമായിട്ടും അതിനെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഇമോഷൻസിനെ കട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഇമോഷൻസ് ആണല്ലോ നമ്മുടെ പ്രശ്നം. ഇമോഷൻസ് മാത്രമാണ് നമ്മുടെ പ്രശ്നം. മെമ്മറി ഒരു കുഴപ്പമില്ല, ഇമോഷൻ ആണ് ബേർഡൻ. ഒരു പ്രശ്നം സംഭവിച്ചു, ആ പ്രശ്നത്തിലുള്ള മെമ്മറി അല്ല, ആ ഇമോഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡൗൺ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇ എഫ് ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൂട്ട് കോസ് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ അത് ഹീൽ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് നമ്മൾ ടാപ്പിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റായിട്ട് പോയിട്ട് അവിടെ ഹീൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു പ്രശ്നം ഹീൽ ചെയ്യാനൊരു മാക്സിമം ഒരു, ഇപ്പോൾ വലിയ ട്രോമയാണെങ്കിൽ നമുക്കൊരു 20 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പൂർണ്ണമായിട്ടും അത് ഹീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ സോൾവ്സ് ദ റിയൽ പ്രോബ്ലം, നോട്ട് ജസ്റ്റ് ദ സിംറ്റം. ഇ എഫ് ടിയിൽ നമ്മൾ ചെയ്യുന്നത് സിംറ്റം ഹീൽ ചെയ്യല്ല, സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? സോൾവ് റിയൽ പ്രോബ്ലം, പ്രിവെൻസ് ദ ഇഷ്യൂ ഫ്രം കമ്മിങ് ബാക്ക് അഗെയിൻ. അത് വീണ്ടും വരുന്നത് എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു. ഇഷ്യൂസ് വീണ്ടും വരില്ല. പൂർണ്ണമായിട്ടുള്ള ഹീലിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇഷ്യൂസ് പിന്നെ വരില്ല. മേക്സ് ഹീലിംഗ് ഫാസ്റ്റർ ആൻഡ് ഡീപ്പർ. എന്താണ്? പെട്ടെന്ന് തന്നെ അതുപോലെ ഡീപ്പർ ലെവൽ നമുക്ക് ഇ എഫ് ടി ഉപയോഗിച്ചിട്ട് ഹീൽ ചെയ്യാൻ പറ്റും. റെഡ്യൂസസ് ഇമോഷണൽ പെയിൻ ഫ്രം ഇറ്റ്സ് സോഴ്സ്. അതിന്റെ സോഴ്സിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? ഇമോഷണൽ പെയിൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബ്രിങ്സ് ലോങ് ടേം റിലീഫ്. ഇത് ഷോർട്ട് ടേം റിലീഫ് അല്ല, ലോങ് ടേം റിലീഫ് ആണ്. ഒരു പെർമനന്റ് സൊല്യൂഷൻ ആണ് നമുക്ക് ഇ എഫ് ടിയിലൂടെ കിട്ടുന്നത്. ഹെൽപ്സ് യു ഫീൽ മോർ കാം ആൻഡ് ക്ലിയർ. നമുക്ക് കാം ആവാൻ സാധിക്കും. ഒരു ക്ലാരിറ്റി ഉണ്ടാവും, എല്ലാത്തിലും ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും, ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഹീലിംഗ് സ്റ്റാർട്ട്സ് വിത്തിൻ യു. വെൻ യു ഹീൽ ഇൻസൈഡ്, യുവർ ഔട്ടർ വേൾഡ് ട്രാൻസ്ഫോംസ്. യു ഹാവ് ദ പവർ ടു ചേഞ്ച് യുവർ സ്റ്റോറി. എന്താണ്? നമ്മുടെ ഇൻസൈഡിൽ നമ്മൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ടർ വേൾഡ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫോം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സ്റ്റോറി ചേഞ്ച് ചെയ്യാനുള്ള പവർ ആർക്കാണുള്ളത്? നമുക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ സ്റ്റോറി Yes. എന്താണ്? ആർ യു റെഡി? നിങ്ങളുടെ സ്റ്റോറി തിരിച്ചെഴുതാനായിട്ട് ആ ഒരു റിയൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങൾ റെഡിയാണോ? അങ്ങനെ Yes, റെഡിയാണോ? ma'am. യെസ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക. നിങ്ങൾ എന്താ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റൈലർ ലേണിങ്സിൽ ഇ എഫ് ടി കോഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് 42 ഡേയ്സ്, 12 ഡേയ്സ് ലൈവ് സെഷൻസ് പ്ലസ് മെന്ററിംഗ് സർവീസോട് കൂടിയിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ റൂട്ട് കോസസ് കണ്ടെത്തി, റിയൽ കോഴ്സ് കണ്ടെത്തി നമ്മളവിടെ ഹീൽ ചെയ്ത് ഒരു പെർമനന്റ് സൊല്യൂഷനിലേക്ക് വരുന്നു. അതിൽ നിന്നുള്ള റിസൾട്ടുകളാണ് നിങ്ങൾ ഞായറാഴ്ചയുള്ള ഇറ്റ്സ് മീ ദ റിയൽ മീൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വന്നിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇവിടെ മെന്ററിങ് അവൈലബിൾ ആണ്. മെന്ററിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാവും. അപ്പം നമ്മൾ ഒരുപാട് പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഹീലിംഗിന്റെ ഭാഗമായിട്ട് പ്രാക്ടീസസ് ഉണ്ടാവും. അതിൽ സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അത് ടാപ്പിങ്ങിലൂടെ ജസ്റ്റ് നമ്മൾ സർഫേസ് ഹീലിംഗ് അല്ല, ടാപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? വളരെ ഡീപ്പർ ലെവലിൽ പ്രാക്ടീസസ് ചെയ്ത്, അപ്പം ഇതിനൊരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ്, ഒരു ഗൈഡ് നമുക്ക് വേണം, അല്ലേ? നമുക്ക് പല ഡൗട്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ റൂട്ട് കോസ് കണ്ടെത്തണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മെൻറ്റർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 1 മന്ത് മെൻറ്ററിങ് സർവീസോട് കൂടിയിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡ്
റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ മൈൻഡ് ക്ലീനിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഒരു ഹാബിറ്റ് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, നമ്മുടെ ലൈഫിൽ എന്താ നമ്മൾ ചെയ്യാറുള്ളത്? ഫിസിക്കലി നമ്മൾ ക്ലീൻ ചെയ്യും, നമ്മുടെ സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്യും, അല്ലേ? അത് നമ്മൾ ഡെയിലി ചെയ്യുന്നതാണ്. ഡെയിലി കുളിക്കും, ഡ്രസ്സ് ചേഞ്ച് ചെയ്യും, ഡ്രസ്സ് വാഷ് ചെയ്യും. ഇതൊരു 1 വീക്ക് നമ്മൾ ചെയ്യാതിരുന്നാലുള്ള അവസ്ഥ എന്താണ്? നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പൊ അവിടെ നമ്മുടെ മൈൻഡിൽ ഇത്തരത്തിലുള്ള പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും ട്രോമാസിൽ നിന്നുള്ള ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, ഒരുപാട് മാലിന്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ മൈൻഡാണെല്ലാം. മൈൻഡ് ഈസ് എവ്രിതിങ്. നമ്മുടെ മൈൻഡാണ് നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത്. നമ്മുടെ ബിലീഫ്സ് ആണ് നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത്. അപ്പൊ എന്താണ്? നമ്മൾ നമ്മുടെ ഇന്നർ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. അവിടെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ പണിയെടുക്കുമ്പോഴാണ് ഒരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടുകയുള്ളൂ. ഇതൊരു റിയാലിറ്റിയാണ്. നിങ്ങളൊന്ന് അപ്പൊ അതിനെക്കുറിച്ച് ഫസ്റ്റ് ടൈം കേൾക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. എന്താണ് നമ്മുടെ മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പവർ എന്താണ്? അത് എനർജി ഉണ്ടോ, എനർജി പവർ ഉണ്ടോ, അട്രാക്റ്റിംഗ് പവർ ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്നർ വേൾഡ് ക്ലിയർ ചെയ്യുമ്പോൾ ഔട്ടർ വേൾഡ് ക്ലിയർ ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം ഏകദേശം കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എന്താണ്? ഓ, എല്ലാവരും ഒന്ന് അറിയിക്കൂ. മാം ഒരു കാര്യം ചോദിക്കട്ടെ? യെസ്, ചോദിച്ചോളൂ. ആ, ആ, നമുക്ക് ഈ ക്ലാസ് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കാലിൽ എനിക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട്. അപ്പോ ആ കാലിൽ എനിക്ക് ഭയങ്കര വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ആ, അതായത് മേഡം ചെറുപ്പത്തിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടായിരിക്കാം എനിക്ക് പുറം വേദന വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നത് ഇങ്ങനെ ഇത്ര നേരം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ കുറച്ച് സമയത്ത് ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു ആ ഒരു വേദന. കാലിലെ വെരിക്കോസ് വെയിൻ നല്ല രീതിയിൽ എനിക്ക് അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് മാം അതെന്താണെന്നാണോ ചോദിക്കുന്നത്? അതെ അതെ അതെ. ഉം. അത് നിങ്ങളിപ്പോ അതിലേക്ക് കണക്റ്റഡ് ആയി. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി പിന്നെ മാമിന് ഈ ഒരു ഏരിയ അറിയുന്നതാണ്. ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ഇപ്പോൾ ഉള്ള ആളാണ്, കറണ്ട് ബാച്ചിലുള്ള ആളാണ്. അപ്പൊ എന്താണ്, അത് പെട്ടെന്ന് കണക്റ്റ് ആവും. ആ ഒരു ഏരിയാസിലൊക്കെ ഒരുപാട് ഹീൽ ചെയ്യാനുണ്ട്. ആ ഒരു അവയർനെസ്സിലേക്ക് നിങ്ങൾ എത്തി അല്ലേ? അപ്പോ ആ, ഒരു റൂട്ട് കോസസ് അവിടെ കിടന്നിട്ട് എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, മീൻസ് അത് കണക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഹീൽ ചെയ്യുന്നതിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ആ, എന്താണ്? എന്താണ്? ഓക്കെ, ഹലോ യെസ്. ഹലോ മാം, അതായത് എനിക്ക് സോറിയാസിസ് പോലെ അത് ഇപ്പൊ ഈ heal ചെയ്ത് മാം പറഞ്ഞ പോലെ തന്നെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഉം. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ആള് പറഞ്ഞത് മൊത്തത്തില് സോറിയാസിസ് അല്ല ഇത്, ബട്ട് ഒരു ഡാർക്ക് സ്കിന്ന് പോലെ എൻ്റെ കാലിൽ മാത്രമായിട്ട്. ആളെ കാണിച്ചപ്പോഴേക്കും സ്ട്രെസ് റിലീഫ് ആവുമ്പോഴേക്കും ഇത് കുറയുന്നതായിട്ടും സ്ട്രെസ് കൂടുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് കൂടുന്നതായിട്ടും അനുഭവപ്പെടും എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ആക്ച്വലി ഡിസീസസും നമ്മളുടെ മൈൻഡ് സെറ്റും തമ്മിൽ അങ്ങനെ കണക്റ്റഡ് ആയിരിക്കുമോ? ഡെഫിനറ്റ്ലി അത് കണക്റ്റഡ് ആണ്. ഓക്കെ, പൂർണ്ണമായിട്ട് ഇപ്പൊ പറഞ്ഞല്ലോ, മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മൈൻഡിലുള്ള കാര്യം എന്താണോ അതാണ് നമ്മുടെ ബോഡിയിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ നിങ്ങൾക്കിപ്പോ ഈ ഒരു സോറിയാസിന് റൂട്ട് കോസസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു സ്ട്രെസ് കൂടുമ്പം ഇത് കൂടും. അപ്പൊ ഈ ഒരു വരാൻ റീസൺ നിങ്ങൾ അനുഭവിച്ച സ്ട്രെസ് തന്നെയാണ്. ഓക്കെ, എനിക്ക് ചൈൽഡ്ഹുഡ് തൊട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ സീസണലി കൂടുന്നതായിട്ടും കുറയുന്നതായിട്ടും ആയിരുന്നു ഞാൻ അതുവരെ വിചാരിച്ചിരുന്നേ. ഓക്കെ, പക്ഷെ അതങ്ങനെ അല്ല. ഒരിടയ്ക്ക് വളരെ നന്നായിട്ട് ഇത് കുറയുകയും ചെയ്തു. അത് കംപ്ലീറ്റ്ലി പോയ പോലത്തെ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറില്ല, ജസ്റ്റ് ഫുഡിന്റെയും ഒരു സ്ട്രെസ്സിന്റെയും ആ ഒരു ഇതൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ മാത്രമായിട്ട് ഇത് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ. കംപ്ലീറ്റ്ലി ഇത് ക്യൂർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സ്ട്രെസ് അതിനൊരു കാരണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, ഡോക്ടർ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ ഈ സ്ട്രെസ് ഹീൽ ചെയ്താല് അത് ക്യൂർ ആവില്ലേ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?
കംപ്ലീറ്റ്ലി യെസ്, മാറ്റാനായിട്ട് പറ്റുന്നതാണോ? യെസ്, കംപ്ലീറ്റ്ലി മാറാറുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെയാണ് കേട്ടോ. ഇപ്പൊ നമ്മള് കഴിഞ്ഞാൽ പ്രാക്ടീസസ് ഉണ്ടാവും. കറക്റ്റായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ടൈം എടുക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസിന് നമ്മൾ എന്താണ് നമ്മൾ അനുഭവിച്ച ഇപ്പൊ ചൈൽഡ്ഹുഡ് ഒക്കെ എങ്ങനെയായിരുന്നു? കുറച്ച് പെയിൻഫുൾ ആയിരുന്നോ? ട്രാമറ്റൈസ്ഡ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ഈ ട്രോമാസ് ഒക്കെയാണ് ഇതിന് റീസൺസ്. അപ്പൊ ആ ഒരു ട്രോമാസ് ഒക്കെ എടുത്ത് ഹീൽ ചെയ്യുന്നതിലൂടെ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മുടെ കോഴ്സിൽ തന്നെ ഒരുപാട് പേര് ഇത് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് മാറും എന്നല്ല. നമ്മളിവിടെ ചെയ്യാനുള്ള പ്രാക്ടീസസ് കറക്റ്റ് ചെയ്ത് ഹീലിംഗിലൂടെ പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് ഏജിലാണ് വന്നത്? ഇപ്പൊ എത്ര ഏജ് ആയിട്ടുണ്ട്? ഞാനൊരു ഫോർത്തില് ഒക്കെ പഠിക്കുമ്പോ തൊട്ട് എനിക്കുള്ള അല്ല, ജസ്റ്റ് ഞങ്ങള് നേരത്തെ പഠിച്ചിരുന്ന സ്കൂളിൽ സോക്സ് ഒക്കെ യൂസ് ചെയ്യണമായിരുന്നു. ഉം. അപ്പൊ അതിന്റെ കൊണ്ടിട്ടായിരിക്കും ഇത് കൂടി വരുന്നതെന്നാണ് പിന്നീട് വിചാരിച്ചേ. അതൊരു ഞാൻ LKG UKG ഒക്കെ തൊട്ടിട്ട് തന്നെ ഇതുണ്ട്, 4-5 വയസ്സ് തൊട്ടേ ഉണ്ട്. അന്ന് മുതലേ ഉണ്ട്. ഓക്കെ. ഇത് പല രീതിയിൽ കണക്റ്റഡ് ആണ്. ഇപ്പൊ പാരന്റ്സിന്റെ ഇപ്പൊ കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, സ്ട്രെസ്, കാര്യങ്ങൾ, ആ ഒരു ട്രോമാസിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നോ ചൈൽഡ്ഹുഡില്? അതെ, അതെ, അതെ. ഓക്കെ. നിങ്ങൾ ഹോസ്റ്റലിലാണോ? എവിടെയാണ് പഠിച്ചത്? വീട്ടിൽ തന്നെ പോയി വരുമായിരുന്നു ചെയ്തത്. വീടിന്റെ അടുത്തുള്ള സ്കൂളായിരുന്നു. സ്കൂളായിരുന്നു. ഓക്കെ. ആ ട്രോമാസ് ഒക്കെ ഇതിനെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാരന്റ്സ് എത്രത്തോളം സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അതും കുട്ടികളെ നന്നായിട്ട് ബാധിക്കും. പാരന്റ്സിന്റെ നെഗറ്റീവ് എനർജി കുട്ടികളെ ബാധിക്കുന്നുണ്ട്. എന്താണ് പാരന്റ്സ് ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നോ? കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരുന്നു? ആയിരുന്നു. ഓക്കെ. ഇറ്റ്സ് എൻ്റെ ഓക്കെ. അച്ഛൻ ലിവർ സിറോസിസ് പേഷ്യന്റ് ആയിരുന്നു നേരത്തെ തൊട്ടേ. ഞാൻ ചെറുതായിരിക്കുമ്പോ തൊട്ടേ. അപ്പോ ഒരു ഹോസ്പിറ്റൽ ലൈഫാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഹോസ്പിറ്റലും ഇതുമായിട്ട് വീട് ഹോസ്പിറ്റൽ അങ്ങനെ മാറി മാറി അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഓക്കെ. അപ്പൊ ഞങ്ങള് കുട്ടികളെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. ബട്ട് എന്നാലും പാരന്റ്സ് മാക്സിമം അങ്ങനെ പലപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പം ആ ഒരു ഫീലിംഗ്, പാരന്റ്സ് അടുത്തില്ലാത്തതിന്റെ ഫീലിംഗ്, അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ എങ്ങനെയാണ് ഹോസ്പിറ്റലിന്റെ ഒരു ഞാൻ മാക്സിമം ഹോസ്പിറ്റൽസ് ഒഴിവാക്കാൻ നോക്കാറുണ്ട് എന്ത് അസുഖം വന്നാലും. ഇപ്പൊ ഓക്കെ. അങ്ങനത്തെ അസുഖങ്ങൾ ഒരു ഇടയ്ക്കിടെ ഇതുണ്ട്. വരാറുണ്ടോ? ഹോസ്പിറ്റലിലേക്ക് പോവാനുള്ള സിറ്റുവേഷൻസ് കൂടുതൽ വരാറുണ്ടോ? ഇല്ല, മാക്സിമം ഞാൻ ഒഴിവാക്കും. മീൻസ് ഇപ്പൊ ഈ ഇടയായിട്ട് 2-3 ദിവസങ്ങളിലായിട്ട് എനിക്ക് ഉറക്കം വളരെ കുറവായിരുന്നു. രാത്രിയിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരുന്ന് ജസ്റ്റ് എനിക്ക് റീസൺസ് അറിയാം. മീൻസ് വെറുതെ ഇരുന്ന് കരയും. അങ്ങനത്തെയൊക്കെ ഒരു ഇത് വന്നു. അതിങ്ങനെ വളരെ കൂടാനായിട്ട് തുടങ്ങി. എനിക്ക് ഓക്കെ. റൂമിൽ നിന്ന് എണീറ്റ് പോവാനൊന്നും ഒന്നും ചെയ്യാൻ തോന്നിയിരുന്നില്ല. ജസ്റ്റ് ഫ്രഷപ്പ് ചെയ്യാൻ പോലും എണീക്കാനായിട്ട് തോന്നിയിരുന്നില്ല. അങ്ങനത്തെയൊക്കെ ജസ്റ്റ് ഫുൾ ടൈം ബെഡ് റെസ്റ്റ് പോലെ അങ്ങനത്തെ ഒരു ഫേസിലൂടെ അത് ഭയങ്കര ക്രിട്ടിക്കലായി വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു കോഴ്സിലേക്ക് ഇത് ചെയ്യാനായിട്ട് ചേരാനായിട്ട് വന്നത്. അപ്പോൾ ഓക്കെ. കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇന്നലെ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോയിൻ ചെയ്തിട്ടുണ്ടോ? ജോയിൻ ഇല്ല, ജോയിൻ ചെയ്തില്ല. ആക്ച്വലി ഞാനിപ്പോ ആഹ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആളുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോഴേക്കും ഇങ്ങനെ മെഡിറ്റേഷൻ ക്ലാസ് ഒക്കെ ഫ്രീ ഉണ്ട്, അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഹീൽ ആവുന്നുണ്ടോന്ന് നോക്ക്, അല്ലാന്നുണ്ടെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. ഓക്കെ. ആക്ച്വലി ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓക്കെ ആയിട്ട് അങ്ങനെ ചേരാന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ. 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 ഇപ്പോൾ സെഷൻസ് അറ്റൻഡ് ചെയ്യാം. മോർണിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ മെഡിറ്റേഷൻ, ഡെയിലി മെഡിറ്റേഷൻ ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങൾ പിന്നെ ഒരു നമ്മുടെ നെക്സ്റ്റ് ബാച്ചിലേക്കെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് ക്യാഷ് കളക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. അത് സാധിക്കും. മൈൻഡിൽ കൊടുക്കൂ, കഴിയും എന്നുള്ളത് കൊടുക്കുക. മൈൻഡ് തന്നെയാണ് എല്ലാം. നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കുന്ന പോലെയാണ് കാര്യങ്ങൾ സംഭവിക്കുക. നെക്സ്റ്റ് ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് വിഷ്വൽ ചെയ്യാം. ഓക്കെ. ഹീലിംഗ് അത്യാവശ്യമാണ് കേട്ടോ. ഹീലിംഗ് വേണം.
അത് ഹീലിങ്ങിന്റെ പ്രശ്നം തന്നെ. ഇപ്പം നമുക്ക് ഉറക്ക പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ് തന്നെയാണ്. സ്ട്രെസ് ഹീൽ ചെയ്യണം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രശ്നം വരുമ്പോൾ നമ്മൾ EFTയെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ഇമോഷണൽ റിലീസിങ് അല്ലെങ്കിൽ നമ്മൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നവരാണ്. സങ്കടവും വിഷമമൊക്കെ നമുക്ക് വരും. അപ്പം അത് റിലീസ് ചെയ്യാനുള്ള ഒരു ടൂൾ കൂടെ നമ്മുടെ കയ്യിൽ വേണം. അല്ലേ? നമ്മൾ അകം അടിച്ചു വാരാനുള്ള ചൂല് പോലെ ഒരു ടൂൾ നമ്മുടെ കയ്യിൽ വേണം. അതെല്ലാം ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ നമുക്ക് ഉറക്ക പ്രശ്നമായിട്ടും ഒക്കെ നമുക്ക് നമ്മളെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോൺഷ്യസ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആക്റ്റീവ് ആവാനും, അല്ലേ ഗായത്രി? ആക്റ്റീവ് അതെ. ആവാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ കോൺഷ്യസ്ലി ആഗ്രഹിക്കുന്നത്, പക്ഷെ സബ് കോൺഷ്യസ്ലി നിങ്ങൾ ബ്ലോക്ക്ഡ് ആണ്. അവിടെയാണ് ക്ലിയർ ചെയ്യേണ്ടത് കേട്ടോ. റെഡി ആവും, വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ. ഡെയിലി പിന്നെ ജേർണൽസ് ഒക്കെ എഴുതി തുടങ്ങിക്കോളൂ. അഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. ഓക്കെ. അപ്പം ക്ലിയർ ആവും കേട്ടോ. കോഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ഓക്കെ. താങ്ക് യു സോ മച്ച് ഓൾ. താങ്ക് യു. അപ്പൊ നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. Ma'am. Thank you. നമുക്ക് അതിന്റെ ചെയ്യാം മാം. യെസ്. വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡം. ഓക്കെ. താങ്ക് യു. താങ്ക് യു. ഹാജറ മാം, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. റസിയാണ് മോങ്ങം. ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് ശരിക്കും കണ്ടൊരു അവയർനെസ് കിട്ടിയത്. റസിയ മാം എന്ത് പറയുന്നു? എന്താണ് വിശേഷങ്ങൾ? സുഖാണ്. ഓക്കെ. അൽഹംദുലില്ലാ. അല്ല, ഇന്നത്തെ ക്ലാസ്സിലാണ് എനിക്ക് കിട്ടിയോ? റൂട്ട് കോസിന്റെ ശരിക്കുള്ളത് അവയർനെസ് കിട്ടിയത് ഇപ്പോഴാണെന്ന് അറിയാം. ഓക്കെ. വെരി കുറെ ഗുഡ്. ക്ലാസ് കയറാറില്ല. എന്താണ് വിശേഷങ്ങൾ മാം? ഹാപ്പി അല്ലേ? ഓ, ഹാപ്പിയാണ് അൽഹംദുലില്ലാ. ഓക്കെ. താങ്ക് യു. ഇതിലേക്ക് വന്നോണ്ട് ഞങ്ങൾ ആ 28 ബാച്ചിന്റെ ഒക്കെ ആകെ അല്ലിജില്ലായി പോയി. കണക്ട് ചെയ്യൂ കേട്ടോ. ഇൻഷാല്ലാ. നമ്മൾ കണക്ട് ചെയ്യൂ. ഓക്കെ. ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു ഓക്കെ, സോ താങ്ക് മച്ച്. യു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.